നല്ല സമയത്തിനായി സ്തോത്രം. ദൈവകൃപയിൽ ആശ്രയിച്ച് അവിടുത്തെ മക്കളും കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. അവിടുത്തെ നാമം ജയക്കൊടിയായി ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. ദൈവ സാന്നിധ്യം മുഖരിതമായ നല്ല അന്തരീക്ഷത്തിനായി സ്തോത്രം. ആത്മാവ് ഞങ്ങളുടെ നടുവിൽ പരിവർത്തിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് രാത്രി തുറക്കപ്പെടുന്ന തിരുവെഴുത്തിൽ മറഞ്ഞിരിക്കുന്ന മഹത്വം ഞങ്ങളിൽ ഓരോരുത്തരുടെയും ശരീരത്തിലും ത്വക്കിലും ഞങ്ങളുടെ രക്തത്തിലും പതിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു ഞങ്ങളിൽ വിശ്വാസത്താൽ വളരേണ്ടതിനായിട്ടും ബലം പ്രാപിക്കേണ്ടതിനായിട്ടും ഈ മീറ്റിങ്ങിൽ ഇടയാക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു പോരുന്ന ദൈവവചന സത്യങ്ങൾ അതിനനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ധാരാളമായി നൽകാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ഭക്തനായി, നിന്റെ പുത്രനായി, നിനക്ക് പകരക്കാരനായി നിന്റെ ജനത്തെ ശുശ്രൂഷിപ്പാൻ ഇന്ന് രാത്രിയിലും അധികാരപ്പെടുത്തണം. തിരുവെഴുത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടണം. ദൈവത്തിൻ്റെ ആലോചനകൾ തുറന്നു തരണം. മഹത്വമെല്ലാം അങ്ങേക്ക് തരുന്നു, യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. കൈകൾ ഉയർത്തി നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലും പരിശുദ്ധാത്മ നിയോഗിതമായിട്ട് കുറച്ചധികം സമയങ്ങൾ നമ്മൾ ഇന്നലകളിൽ ചിന്തിച്ചു പോകുന്ന വേദഭാഗം വ്യാഖ്യാനിക്കാനുള്ള അവസരങ്ങളുണ്ടായി. ചില കാര്യങ്ങൾ രാത്രി പരാമർശിക്കപ്പെടണം എന്ന് ഹൃദയത്തിൽ ആഗ്രഹമുള്ളതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പകൽ പറഞ്ഞ ഒന്ന് രണ്ട് സെൻറ്റൻസുകൾ ഒന്ന് പറയാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മഹത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് മോസസ് സിനായി പർവ്വതത്തിൻ്റെ മുകളിൽ അനുഭവിച്ച മഹത്വം എന്ന ഭാഗമാണ് നമ്മൾ വായിച്ചിട്ടത്. തിങ്കളാഴ്ച രാത്രി മുതൽ ആ ഭാഗം പറഞ്ഞു വരികയാണ്. എന്നോട് പാസ്റ്റർ പറഞ്ഞു, ഞായറാഴ്ച മോശെ പർവ്വതത്തിൽ കയറ്റിയിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും മോശ പർവ്വതത്തിൽ മഹത്വം കണ്ടിരിക്കൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഓക്കെ, നമുക്കിതിലേക്ക് വരാം. ഇവിടെ ഇന്നലകളിൽ പറഞ്ഞു നിർത്തിയത് ജോസഫിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. ജോസഫിന് ശേഷമായിട്ട് ജോസഫിനെ അറിയാത്ത ഒരു ഫറവൻ വരികയാണ്. ജോസഫിനെ അറിയാത്ത ഫറവൻ വരികയും തന്നിമിത്തം ജനത്തിന് കഠിനമായ പീഡകൾ ഉണ്ടാകുകയും ചെയ്യുകയാണ്. ഇവിടെ 70 പേരായിട്ട് ഗോശൻ ദേശത്ത് പാർത്തിട്ട് 20 ലക്ഷം പേരായിട്ട് ഈ ജനമങ്ങ് പെരുകാൻ തുടങ്ങി. 20 ലക്ഷം പേരായിട്ട് പെരുകാൻ തുടങ്ങി. 70നെ എത്ര കൊണ്ട് ഗുണിച്ചാലും 20 ലക്ഷത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത മൾട്ടിപ്ലിക്കേഷൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വർധനവ്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞത് ദൈവരാജ്യത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം ഒരു മനുഷ്യനും മനസ്സിലാകാത്തതാണ്. ദൈവരാജ്യത്തിൻ്റെ വർധനവ് ഒരു മനുഷ്യനും പിടുത്തം കിട്ടാത്തതാണ്. ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വർധനവും അനുഭവിക്കുന്ന ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഭവിക്കാൻ ആഗ്രഹമുള്ളവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വലിയ ഒരു വർധനവ് ദൈവം നമ്മുടെ നടുവിൽ അയക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അസാധാരണമായ ഒരു വർധനവിന് വേണ്ടിയാണ് ചർച്ച ഒരുങ്ങുന്നത്. ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥിക്കാൻ പോയി. പാസ്റ്ററിനോട് പ്രത്യേകിച്ച് ഒരു ആത്മനിയോഗത്തോടെ ഈ നോപ്പോർട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധാത്മ ഒരു പ്രേരണ തന്നിട്ട് പ്രാർത്ഥിക്കാൻ പോയി. 1-2 പേരുണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നീട് സഭയിൽ നിന്ന് ആളുകൾ അവൈലബിൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒത്തിരി ആത്മാക്കൾ പിടിക്കപ്പെടണം. നമ്മളെ ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ജോലി ചെയ്യാനും കുറച്ച് കാശുണ്ടാക്കാനും ഒരു വീട് വാങ്ങാനും സുഖകരമായൊരു ജീവിതം നയിച്ച് ഒരു ചർച്ചിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടി ജീവിക്കാനല്ല ദൈവം നമ്മളെ ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. ഈ രാജ്യത്ത് നഷ്ടപ്പെട്ടു പോയ റിവൈവലിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നത്. എത്ര പേർക്ക് അതിനൊരു ആമേൻ പറയാൻ പറ്റുന്നു? അല്ല, ഒത്തിരി പേരുടെ അകത്ത് വിളിയുണ്ട്. എനിക്ക് ബോധ്യമാകുന്നൊരു കാര്യം പറയാം. ഈ മീറ്റിങ്ങിന് എന്നാണത് പുറത്തു വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ അസാധാരണ നിയോഗവും വിളിയുള്ളവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കരമായൊരു കാറ്റടിക്കും. അത് അവരുടെ അകത്ത് നിന്ന് ആ വിളിയും നിയോഗവും പുറത്തു വരുവാൻ ഇടയാവും. അപ്പോൾ ഇവരങ്ങ് ഭയങ്കരമായിട്ട് പെരുകാൻ തുടങ്ങിയപ്പോഴത്തേന് ഫറവോന് പേടിയായി. ഫറവോൻ എന്നതൊരു സ്ഥാനമാണ്. അദ്ദേഹത്തിന് ഭയമായി. അദ്ദേഹം ആലോചന കമ്മിറ്റി കൂടിയിട്ട് ഇവരുടെ വളർച്ചയെ തടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ ഇവരെ വളർച്ചയെ തടുക്കാനുള്ള സംവിധാനം ഒരുക്കി ആലോചന കമ്മിറ്റി കൂടുമ്പോൾ ആലോചനയിൽ ഇരുന്നവർ പറഞ്ഞു, കഠിനവേല ഏൽപ്പിച്ചാൽ ഇവരുടെ വർധനവിനെ എന്ത് ചെയ്യാൻ പറ്റും? ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയും. പക്ഷെ അവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് പിന്നീട് നടക്കുന്നത്. കഠിനവേല ഏൽപ്പിച്ചിട്ടും ജനം അസാധാരണമായി വർദ്ധിക്കുകയാണ്. ആമേൻ.
അതിൻ്റെ മർമ്മം വേദപുസ്തക വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു. എന്താ ഇതിൻ്റെ ഈ വർധനവിൻ്റെ രഹസ്യം എന്നറിയാവോ? ഇത്രയും കഠിനത വന്നിട്ടും ഇവർ വർദ്ധിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ രക്തം വരുന്നത് യോസേഫിൽ നിന്ന്. യോസേഫ് ഒരു സാധ്യതയില്ലാതെ വർദ്ധിച്ചവന്. യോസേഫ് ഒരു അടിമയെ പോലെ വന്നിട്ട് ആ രാജ്യത്തിൽ ഉടമയായി മാറിയവന്. അപ്പോൾ അവന് ഒത്തിരി പ്രയാസമുണ്ടായി. പൊട്ടക്കിണറുണ്ടായി, പൊത്തീഫറിൻ്റെ വീടുണ്ടായി, ജയിലറി ഉണ്ടായി. ഒരിക്കലും അവൻ വർദ്ധിക്കാൻ സാധ്യതയില്ലാത്തിടത്ത് നിന്ന് വർദ്ധിച്ചതുകൊണ്ട് അവൻ്റെ രക്തത്തിൻ്റെ പിന്തുടർച്ചക്കാരായി ഇസ്രായേൽ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം യേശുവിൻ്റെ രക്തത്തിൻ്റെ പിന്തുടർച്ചക്കാരാകയാൽ നമ്മുടെ വർധനവിനെ ബ്രേക്ക് ചെയ്യാൻ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. കൈയൊന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ആ വർധനവിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനത്തെ പൊളിച്ചുകൊണ്ട് ജനം ഭയങ്കരമായിട്ട് വർദ്ധിക്കാൻ തുടങ്ങി. വർദ്ധിക്കുക എന്ന് പറയുന്നത്, വർധനവ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ബ്ലെസ്സിങ് ഇടയമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എനിക്കറിയാം, കൈ ഉയർത്താൻ പറഞ്ഞാൽ എല്ലാവരും കൈ ഉയർത്തു. വർധനവ് ആരാ ആഗ്രഹിക്കാത്തത്? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മെയിൻലി 2 കാര്യങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യാം. പാസ്റ്ററിൻ്റെ ഹൃദയത്തിലെ വലിയൊരു ആഗ്രഹമാണ് ചർച്ചിൻ്റെ അകത്തുള്ള എല്ലാ കുടുംബങ്ങളുടെയും വിടുതൽ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ കുടുംബത്തിലും അകത്തും ഒരു ഭയങ്കര ഡെലിവറൻസ് അടയ്ക്കണം, ഫിനാൻഷ്യലി ഡെലിവറൻസ് അടയ്ക്കണം എന്നുള്ളത് ഒരു ഭയങ്കര ആഗ്രഹമാണ്. 2-3 ആഗ്രഹങ്ങൾ എന്നോട് ചർച്ചിനോട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനും അത് ആഗ്രഹിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ പരിശുദ്ധാത്മാവ് ചെയ്യണമെന്ന് സ്തോത്രം പറഞ്ഞിട്ട് ഇന്ന് രാത്രിയിൽ വർധനവുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത പറഞ്ഞിട്ട് മുമ്പോട്ട് ഞാൻ പോകാം. ശ്രദ്ധിക്കണേ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോഴത്തേക്ക്, യോഹന്നാൻ്റെ സുവിശേഷം മൊത്തത്തിൽ ട്രഡീഷൻസിനെ ബ്രേക്ക് ചെയ്യുന്ന അധ്യായമാണ്, പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഓരോ അധ്യായത്തിലും ഓരോ ട്രഡീഷൻസിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫാസ്റ്റിങ്ങിൻ്റെ സംവിധാനത്തെ ബ്രേക്ക് ചെയ്യുകയാണ്. ഫാസ്റ്റിംഗ് നാം കണക്ക് കൂട്ടി വെച്ചതുപോലത്തതല്ല ഉപവാസം എന്ന് പറയുന്നതാണ് 6-ാം അധ്യായം. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. 6-ാം അധ്യായത്തിനകത്ത് കർത്താവ് ഒരു 3 days മീറ്റിംഗ് നടത്തുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. മീറ്റിംഗ് ഒരു മെഗാ മീറ്റിംഗ് ആണ്, പവർഫുൾ മീറ്റിംഗ് ആണ്. മീറ്റിങ്ങിനകത്ത് ഇതുപോലത്തെ സിസ്റ്റം ഒന്നുമില്ല. പക്ഷേ 12,000-15,000 പേര് വന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രയും പേരോട് പ്രസംഗിക്കുന്നത് ഒരു ഹെർക്കുലിൻ ടാസ്കാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, അല്ലേ? പ്രത്യേകിച്ച് സൗണ്ട് ഇല്ല. പക്ഷെ കർത്താവ് അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 3 നാളാണ് യേശു പ്രസംഗിച്ചത്. 3 നാൾ 72 മണിക്കൂറോളം യേശു പ്രസംഗിച്ചു. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ ഒരു സെൻറ്റൻസ്, യേശുവിൻ്റെ പ്രസംഗത്തിനകത്ത് ആരെയും വഴക്ക് പറയത്തില്ല. യേശുവിൻ്റെ പ്രസംഗത്തിനകത്ത് ബോറിംഗ് ഉണ്ടാകത്തില്ല. യേശുവിൻ്റെ പ്രസംഗം കേട്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. ഒന്നുകൂടി ദൈവത്തെ ശ്രദ്ധിച്ചേ. യേശുവിൻ്റെ പ്രസംഗം അത്ര സന്തോഷം പറഞ്ഞതാണ്. ഞാനത് മനസ്സിലാക്കുന്നത് എന്നാണെന്നറിയാമോ? ഈ യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ മനോഹാരിത പറയുന്നതിന് മുമ്പ് ഈ മീറ്റിങ്ങിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാത്തൊരാൾ വന്നായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെ വന്നത്. പക്ഷേ ഒരു കൊച്ചു പയ്യൻ, 2 ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ബുക്കും പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇവനെ പോലെ ഒരു കൊച്ചവിടെ വന്നായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്നത് എങ്ങനെയാണെന്നറിയാം? സ്കൂള് കട്ട് ചെയ്താൽ വന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസല്ലോ. ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് കോളേജിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്കൂള് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇവൻ സ്കൂള് കട്ട് ചെയ്ത് മീറ്റിങ്ങിനാണ് പോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 3 നാൾ സ്കൂള് കട്ട് ചെയ്ത് മീറ്റിങ്ങിന് പോയിരിക്കും. ഇവൻ്റെ കയ്യിൽ രാവിലെ കൊടുത്തുവിട്ട ടിഫിൻ ബോക്സ് ഉണ്ട്. അതിൻ്റെ 5 അപ്പവും 2 മീനും ഉണ്ട്. കർത്താവ് പ്രസംഗിക്കുമ്പോൾ പറയത്തില്ല എന്നെ മാത്രം നോക്കിയിരിക്കാവുള്ളൂ, കൊണ്ടുവന്ന ബോക്സെ തൊട്ടേക്കല്ലേ എന്നൊന്നും കർത്താവ് പറയത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിക്കോട്ടെ വിടരുത്, കാല് നീട്ടിയിരിക്കരുത്, നടക്കരുത്, നിൽക്കരുത്, ഇങ്ങനെയൊന്നും കർത്താവ് പറയത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ അകത്ത് ആരുടെ ശ്രദ്ധ പോകത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇവൻ്റെ കയ്യിൽ ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ട് ഞാൻ 1 മണിക്കൂർ പ്രസംഗിക്കുകയാണെങ്കിൽ പ്രസംഗം കഴിയുമ്പോൾ കവർ തരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചോക്ലേറ്റ് തിന്നും, പ്രസംഗവും കേൾക്കും, വേണമെങ്കിൽ 2 കാലേലിയായും പറയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. നോർമലി അവർക്ക് വിശന്നാൽ കയ്യിലുള്ള ആഹാരം അവർക്ക് മനസ്സിലാവും. പക്ഷേ 72 hours ആയിട്ടും ഈ കുഞ്ഞ് ഇത് മറന്നുപോയി, ടിഫിൻ മറന്നുപോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 72 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവന് 1 വിശക്കുന്നില്ല, 2 ഇവൻ്റെ കയ്യിലുള്ള ആഹാരത്തെക്കുറിച്ചുള്ള അറിവ് ഇവൻ നഷ്ടപ്പെട്ടു പോയി. റിയൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കയ്യിൽ ആഹാരം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അകത്ത് സകലതും മറക്കുന്നതാണ് റിയൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ
ഈ 12,000-ത്തിനകത്ത് നന്നായിട്ട് ഫാസ്റ്റ് ചെയ്തത് അവനാണ്. മഹത്വമുണ്ടായിട്ട് കുഞ്ഞുങ്ങളുടെ ഇടയിൽ മിനിസ്ട്രി ചെയ്യുന്നതിന് പിതാവായിട്ട് കണക്കാക്കുന്ന ആളാണ് ആന്ത്രിയോസ്. ദൈവത്തിന് മഹത്വം. ആന്ത്രിയോസ് എന്ന് ഇവനെ കണ്ടുപിടിക്കുന്നു. ഇവനെ നേരെ കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു സംഭവം നടക്കുന്നത് ഇവിടെയാണ് ഞാൻ വർധനയെക്കുറിച്ച് പറയാൻ പോകുന്നത്. കർത്താവിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഈ കർത്താവ് പറയുക, ഇവർ 3 നാളായിട്ട് എൻ്റെ കൂടെ ഇരിക്കുന്നു, ഇവർക്ക് നിങ്ങൾ തിന്നാൻ വല്ലതും കൊടുക്കണം. ദൈവത്തിന് മഹത്വം. ആന്ത്രിയോസ് ഉടനെ കയ്യിൽ നിന്ന് കാശ് നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയും 300 പണമുണ്ട്, ഇതുകൊണ്ട് ഇത്രയും പേർക്ക് തികയത്തില്ലെന്ന് പറയും. 3 നാൾ വിശ്വാസം പ്രസംഗിച്ച യേശുവിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന മറുപടിയായിരുന്നു ഫിലിപ്പോസിൻ്റെ. ഫിലിപ്പോസ് പറഞ്ഞാൽ മതിയായിരുന്നു, പൈസ ഇല്ലേലും നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്, ഇതില്ലെങ്കിൽ നടക്കൂന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ് ഈ പണം കൊണ്ട് 300 പണം കൊണ്ട് 1000 അപ്പം വാങ്ങാനുള്ള പൈസ കയ്യിലുണ്ട്. പക്ഷെങ്കിൽ അപ്പോഴാണ് ആന്ത്രിയോസ് ഈ കുഞ്ഞുമായിട്ട് വരുന്നത്. 5 അപ്പവും 2 മീനും കൊടുക്കുന്നത്. 5 അപ്പം കൊണ്ടുവന്നിട്ട് പറയുക, കർത്താവേ ഇവൻ്റെ കയ്യിൽ 5 അപ്പം ഉണ്ടെന്ന് പറയുമ്പോൾ 1000 അപ്പം വാങ്ങാൻ പൈസയുള്ളവൻ്റെ ചിന്താഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ ചിന്തിച്ച് കാണും, 1000 അപ്പം വാങ്ങാനുള്ളപ്പോഴാണ് അവൻ്റെ ഒരു 5 അപ്പം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, സ്തോത്രം. നോർമലി അങ്ങനെ ചിന്തിക്കാനേ സാധ്യതയുള്ളൂ. പക്ഷേ ഈ 5 അപ്പത്തെ കയ്യിലോട്ട് കർത്താവ് എടുത്തിട്ട് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ 5 എത്ര മടങ്ങ് വർദ്ധിച്ചതായിട്ടാണ് തിരുവെഴുത്ത് പറയുന്നത്. 12,000 പേര് തിന്നെന്ന് മാത്രമല്ല 12 കൊട്ട ശേഷിക്കുകയും കൂടെ ചെയ്യുകയാണ്. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ഈ വർധനവ് ആഗ്രഹിക്കുന്നവർ മാത്രം അറിയാൻ വേണ്ടി 1-2 കാര്യങ്ങൾ പറയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദ ഫസ്റ്റ് വൺ, ഈ കുഞ്ഞിന് ഒരു സബ്മിഷൻ ഉണ്ടായിരുന്നു, സമർപ്പണമുള്ളവനായിരുന്നു. അവൻ ആ മീറ്റിങ്ങിനകത്ത് വന്നിരുന്നിട്ട് ആ മീറ്റിങ്ങിന് വേണ്ടി അവൻ സമർപ്പിക്കപ്പെട്ടവനായിരുന്നു. വേറൊരു കാര്യത്തിൽ ഇടപെട്ടില്ല, വേറൊരു ചിന്തയിലേക്കും പോയില്ല. അവൻ അതിനു വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ്. തിരുവെഴുത്തിൻ്റെ മുമ്പിൽ ആര് സമർപ്പിക്കപ്പെടുന്നോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വചനം പ്രസംഗിക്കാൻ. ഇത് ഈ പ്രവചനം പറയുന്നതിനേക്കാളും ദൂത് പറയുന്നതിനേക്കാളും ഇഷ്ടമാണ് വചനം പറയുന്നത്. ഈ വചനത്തിൻ്റെ അകത്ത് ഭയങ്കര ഡെലിവറൻസ് കിടപ്പുണ്ട്. ദൈവവചനത്തിനകത്ത് സമർപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഇതുവരെ കാണാത്ത റൂട്ടുകൾ തുറക്കപ്പെടും. ഇന്ന് 5-ാം തീയതി ഈ രാത്രി ചിന്തിക്കാത്ത ചില റൂട്ടുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫസ്റ്റ് വൺ അവൻ സബ്മിഷനാണ്, അവൻ്റെ സമർപ്പണമാണ്. ദ സെക്കൻഡ് വൺ, രണ്ടാമത്തത് അവൻ അവൈലബിൾ ആയിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇപ്പോൾ നമ്മുടെ സമയത്ത് നമ്മൾ അവൈലബിൾ ആകുന്നത്, ദൈവത്തിൻ്റെ സമയത്ത് അവൈലബിൾ ആകുന്നതിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ സമയത്ത് ജോലി തിരക്ക് ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സമയത്തെ എത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ നമ്മുടെ സമയം മറന്നിട്ട് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ അവൈലബിൾ ആകുന്നു. ഞാൻ പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമുക്ക് അവൈലബിൾ ആകാൻ പറ്റുന്ന ഒരു ഭാവം. അവന് ക്ലാസ്സുണ്ട്, ക്ലാസ്സിൽ പോകണം, പഠിക്കണം, സംവിധാനമുണ്ട്. പക്ഷെ അത് വിട്ടിട്ട് നേരെ എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ സമയത്തിൽ അവൻ അവൈലബിൾ ആകുക. ശക്തിയോടെ ഹാല്യം പറയുക. വർധനവിൻ്റെ അകത്തൊരു സെക്കൻഡ് പാർട്ടെന്ന് പറയുന്നത്, ചുമ്മാ ആരെയും വർദ്ധിപ്പിക്കത്തില്ല ദൈവം. ചുമ്മാ ഒരു വർധന ഉണ്ടാകത്തുമില്ല. അങ്ങനെ ഉണ്ടാകുന്ന വർധനകൾ നിലനിൽക്കത്തുമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഹോളി സ്പിരിറ്റ് ശക്തമായിട്ട് ഇടപെടുന്ന ഒരു കാര്യമാണ് അവൈലബിൾ ആകുക. ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആകാൻ പറ്റുക. നിങ്ങൾക്ക് ഉറക്കമുള്ളപ്പോൾ ഉറക്കം ഉളച്ചിരുന്ന് പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡി ഉറക്കം കൊതിക്കുന്ന സമയത്ത് ആ ഉറക്കത്തിൻ്റെ അപ്പുറത്ത് കുറേ സമയം കർത്താവിന് കൊടുക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അയാൾ ഇൻവൈറ്റ് ചെയ്തപ്പോഴത്തേക്കിന് നമ്മുടെ ശരീരം ക്ഷീണം, ബുദ്ധിമുട്ട്, നമുക്ക് സമയമില്ലെങ്കിൽ ആ സമയം കണ്ടെത്തി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നാം ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആകുക. ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആകുന്നവരെ പ്രത്യേകിച്ച് കർത്താവ് ശ്രദ്ധിക്കും. ഇവൻ അങ്ങനെയുള്ളൊരു കുഞ്ഞായിരുന്നു. അവൻ ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആയി. 3, അവൻ്റെ ടാലൻ്റ് ഉണ്ടായിരുന്നു. 3-മത്തത് ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളത്, കർത്താവിന് വേണ്ടി കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ മിക്ക നാട്ടിലൊരു പറച്ചിലുണ്ട്, കൊടുത്താൽ എന്ത് ചെയ്യും? ഞാൻ അത് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞു. ദൈവത്തിന് മുഖത്തും നല്ലൊരു ദേവദാസ് ഇവിടെ ഇല്ല. ദൈവത്തിന് മുഖത്തും സ്തോത്രം. അപ്പം നോക്കുക, മിക്കപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് കൊടുക്കുക, അത് ഓഫറിങ്ങിന് മുമ്പായിട്ട് പറയുന്നതാണ്. കൊടുത്താൽ അനുഗ്രഹം പ്രാപിക്കും. ഈ കണക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. 30, 60, 100 പേര് നമുക്ക് എത്ര കണക്ക് കൂട്ടിയാലും 30, 60, 100 ആകത്തില്ല. 30, 60, 90 ആകത്തുള്ളൂ. അപ്പം അല്ല ഞാൻ പറഞ്ഞത്,
നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത എന്തോ സംവിധാനം ദൈവരാജ്യത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിനകത്ത് കിടപ്പുണ്ട്. ഞാനീ പറയുന്ന ഭാഗം അതുപോലെ കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. വെതവയുടെ അടുത്തോട്ട്, സറഫാത്തിലെ വെതവയുടെ അടുത്തോട്ട് ഏലിയ വരിക. ഏലിയ വരുമ്പോഴത്തേക്കിന് ഏലിയ പറഞ്ഞു, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. പുള്ളിക്കാരി പറഞ്ഞ് വെള്ളം ഇരുത്തുന്ന കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി വെള്ളത്തിന് പോയി. വെള്ളത്തിന് പോകാൻ തിരിഞ്ഞ ഉടനെ പുള്ളിക്കാരൻ പറയാ, എനിക്കൊരു അടയും കൂടെ വേണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. ആ തിരിഞ്ഞ സമയത്ത് മനസ്സിൽ പറഞ്ഞു കാണും, കർത്താവേ അട ചോദിക്കല്ലേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചോദിക്കല്ലേ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച സമയത്ത് തന്നെ അട ചോദിച്ച ഉടനെ അവൾ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു, ഒരട ഉണ്ടാക്കാനുള്ള മാവേ വീട്ടിലുള്ളൂ, പക്ഷെ നിനക്കത് കൊണ്ട് തരാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കിയേ, നിനക്കത് കൊണ്ട് തരാം. ആ അട കൊടുക്കാം എന്നവൾ പറയുന്ന സമയത്ത് പെട്ടെന്ന് ഏലിയാവും അവളോട് പറയുന്നത് എന്നാണെന്നറിയാം, ക്ഷാമം തീരുന്നിടം വരെ നിന്റെ ഭരണിയിലെ എണ്ണ തീർന്നു പോകത്തില്ല, നിന്റെ കലത്തിലെ മാവ് കുറയത്തുമില്ല. എന്ന് വെച്ചാൽ എന്നാണെന്നറിയാവോ, വെള്ളവും കുടിച്ചില്ല, അപ്പവും തിന്നില്ല. വെള്ളം കുടിക്കുന്നതിന് മുമ്പേ, അപ്പം തിന്നുന്നതിന് മുമ്പേ അവിടെ വീടിനകത്തോട്ട് ബ്ലെസ്സിങ്സ് കയറി വരിക. ഇതെങ്ങനെയായിരിക്കും നടക്കുന്നത്? അപ്പം ആളുകൾ പറയുന്നു കൊടുത്താലേ അനുഗ്രഹം കിട്ടത്തുള്ളൂ. അപ്പം ഇത് കൊടുക്കത്തില്ലല്ലോ, വെള്ളം കുടിച്ചില്ല, അപ്പം കിട്ടിയില്ല, അതിന് മുമ്പേ ബ്ലെസ്സിങ്സ് കയറി വരിക. അപ്പം അതിനകത്ത് വേറെന്തോ സംഭവം കിടപ്പുണ്ട്. അപ്പം അത് പഠിക്കുമ്പോൾ ബിഹേവ് ചെയ്യുന്ന രീതിയാണ് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നത്. കൊടുക്കുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് കൊടുക്കാനുള്ള മനോഭാവം ഉണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ? ദൈവത്തിന് മുഖത്തുണ്ടാണ്. ഈ മൈൻഡാണ് ബ്ലെസ്സിങ്സിലേക്ക് കൊണ്ടുവരുന്നത്. വർധനവിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മൈൻഡാണ്. കേൾക്കുന്നവർ രാമൻ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, അവിടെ വീട്ടിൽ ക്ഷാമം തീരുന്നിടം വരെ നിറവിനൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ കർത്താവിന്റെ നാമത്തിൽ പറയുന്നു, ഇസ്രായേൽ ജനം വർദ്ധിക്കാൻ കാര്യം ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ദൈവമഹത്വം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വരെ 24 മണിക്കൂറും കർത്താവിന് വേണ്ടി അവൈലബിൾ ആകുന്ന ഒരു പ്ലാറ്റ്ഫോം അവർക്കായിട്ട് തുറക്കപ്പെടുകയാണ്. ഹോളി സ്പിരിറ്റ് ഈ വചനം പറയുമ്പോഴത്തേന് എന്നോട് പറയുന്നു, ചർച്ചിനകത്തൊരു ഭയങ്കര വർധന ഉണ്ടാകാൻ പോവുകയാണ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ചർച്ച് തുടങ്ങിയതിന് ശേഷം ഇന്ന് ഈ സമയം വരെ കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണ വർധന ഉണ്ടാകാൻ പോവുകയാണ്. ഇവിടെ ഏറ്റവും കൂടി വന്നു കഴിഞ്ഞാൽ 10-70 പേര് കാണുമായിരിക്കും. പക്ഷെ ആ 70 1000-ലേക്ക് വർദ്ധിക്കുന്നത് പോലെ അങ്ങനെ ഒരു ആത്മതലം തുറക്കപ്പെടുന്നെന്ന് കേൾക്കുമ്പോൾ എത്ര പേർക്ക് കൈയൊന്ന് തട്ടിയിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്നുണ്ട്? ചിന്തിക്കാൻ പറ്റാത്ത വർധനവുകളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ചർച്ചിനെ നയിക്കുന്ന ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. ഇന്നലെ രാത്രി മെസ്സേജ് ചെയ്തപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡൈവേഷൻ വന്നിട്ട് ഹോളി സ്പിരിറ്റ് പറഞ്ഞു, സീസൺ ചേഞ്ച് ആകുക. സീസൺ ചേഞ്ച് ആകുക എന്ന് പറഞ്ഞാൽ മേജർ ഷിഫ്റ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഇന്നലെ രാത്രി മുതൽ അത് ചർച്ച നടന്നിരിക്കുകയാണ്. ചർച്ച് വളരുമ്പോൾ ചർച്ചിലുള്ളവരും വളരും. ചർച്ച് വളരുമ്പോൾ ചർച്ചിന്റെ അകത്തുള്ളവരെല്ലാം അവൈലബിൾ ആകാൻ തുടങ്ങും, ഉത്തരവാദിത്തങ്ങൾ കൂടാൻ തുടങ്ങും. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. നമുക്കത് പോരാ. ആ ചെറിയ ഹോളാകുമ്പോൾ നമ്മൾക്ക് ചെറിയ ചിന്താഗതിയാവും. ഈ ഒരു ഹോളിലോട്ട് വന്നപ്പോൾ കണ്ടോ, ശബ്ദത്തിന് മാറ്റമായി, പാട്ടിന്റെ സൗണ്ടിന്റെ ത്രോയ്ക്ക് മാറ്റമായി, അറ്റ്മോസ്ഫിയർ മാറ്റമായി. അപ്പൊ എപ്പോഴും ഒരു നോർമൽ ചെറിയ പശ്ചാത്തലത്തിൽ നിന്ന് വലിയ പശ്ചാത്തലത്തിലേക്ക് എൻ്റർ ആകുമ്പോൾ കാഴ്ചപ്പാട് വിശാലമാകും, എല്ലാ മേഖലയിലും ഒരു വിശാലത വരും. ആമേൻ. ദൈവം നമ്മളെ വളർത്തും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മാത്രം ചെയ്യാതെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ എടുത്തു വെച്ച സ്റ്റെപ്പ് ദൈവത്തിന് പ്രസാദമാകും. ആമേൻ. യേശുവേ, നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഈ വാക്യം ഹോളി സ്പിരിറ്റ് പറയുന്നതായിട്ട് എനിക്ക് എൻ്റെ നാവേ മനസ്സിലാകുന്നു. ഞാനത് പറഞ്ഞു വിടുകയാണ്. ഭയങ്കര വർധന വരാൻ പോകും, എല്ലാ മേഖലയിലും വർധന വരാൻ പോകും. വർദ്ധിച്ചപ്പോഴത്തേക്കിന് ഈ അധികം കഷ്ടത കൊണ്ടുവരുന്ന ജനറേഷനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അധികം കഷ്ടത കൊണ്ട് കഠിനവേല ചെയ്യിപ്പിച്ച് ശരീരം ക്ഷീണിപ്പിച്ച് കഴിഞ്ഞാൽ ജനറേഷനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ജനറേഷനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ജനറേഷൻ വർധനവിൻ്റെ ജനറേഷനായിട്ട് മാറും. ഇതുവഴി ഓടിക്കളിക്കുന്ന, നീന്തി കളിക്കുന്ന ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാൻ പോലും പറ്റാതെ ഇവിടെ ഇരുന്ന് വരയ്ക്കുകയും എഴുതുകയും ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ കണ്ടോണം. നാളെ അവർ അസാധാരണമായ വർധനവിലേക്ക് പരിശുദ്ധാത്മാവരെ കൊണ്ടുപോകും. ശക്തിയോടെ ഇവരെല്ലാം ആത്മാവിൽ നിറയും കേട്ടോ. ഇവരെല്ലാം പരിശുദ്ധാത്മാവത്തോടും. ഇവരെല്ലാം അന്യഭാഷ ചെറുപ്പത്തിലെ പറയാൻ തുടങ്ങും, ദർശനങ്ങൾ കാണാൻ തുടങ്ങും, വലിയ നിയോഗങ്ങൾ ഫലമേൽപ്പിക്കും.
ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈ ഫാസ്റ്റിംഗ് തീരുന്നതിന് മുമ്പ് അത് നടക്കണം. ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. ചർച്ചിനകത്ത് ഭയങ്കര ഒരു മൂവ്മെന്റ് ഉണ്ടാകണം. ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത, ഇമാക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അസാധാരണ മൂവ്മെന്റിന് വേണ്ടി കൊതിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആ വായൊന്ന് ചലിപ്പിച്ച് ഹൃദയമൊന്ന് തുറന്ന് അന്യഭാഷകളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുമെങ്കിൽ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ, ജയം വ്യാപരിക്കട്ടെ. ഒരു വലിയ വർധനവിന്റെ മൂമെന്റ്സിലേക്ക് അവർ വരാൻ തുടങ്ങിയപ്പോൾ ഫറവന്റെ ഉള്ളിൽ ഭയങ്കര സങ്കടം ജനിച്ചു. സങ്കടം ജനിച്ച സമയത്ത് തിരുവെഴുത്തിൽ അവിടെ ഒരു ഭാഗം എഴുതുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു കണ്ടു, അവരുടെ നിലവിളി കേട്ടു കേട്ടു. ഒന്നിലധികം പ്രാവശ്യം ഒരു കാര്യം വേദപുസ്തകത്തിൽ റിപ്പീറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവമായൊരു വിഷയമാണ്. സേല എന്ന വാക്ക് മലയാളം ബൈബിളിനകത്തുണ്ട്, ഇംഗ്ലീഷിലുണ്ടോ കാണുമെങ്കിൽ അല്ലേ? ഉണ്ട്. ആ വാക്ക് ഇവിടെ നിർത്തി ചിന്തിക്കുക എന്നാണ്. എന്തോ ഒരു സ്പെസിഫൈ ചെയ്ത് ദൈവം ഇടപെടുന്നിടത്തെല്ലാം സേല എന്ന പദം കൊടുത്തിട്ടുണ്ട്. ഈ പദം ഒന്നിലധികം പ്രാവശ്യം പറയാം. കേട്ടു കേട്ടു, കണ്ടു കണ്ടു, സമൂഹലേ സമൂഹലേ. ഇപ്പൊ ഇങ്ങനെ തുടങ്ങുന്ന ഒന്നിലധികം പ്രാവശ്യം ഒരേ വാക്ക് ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം അതൊരു എമർജൻസി ആയിട്ടുള്ള ദൈവിക ഇടപാടിന്റെ ഭാഗമാണ്. ഇവിടെ ഈ എമർജൻസി ആയിട്ടുള്ള ദൈവിക ഇടപാടിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ നീണ്ട 430 വർഷം ദൈവസംസർഗമില്ലാഞ്ഞ വർഷമായിരുന്നു. ഈ ദൂത് ആവശ്യമായതുകൊണ്ടും ആവശ്യക്കാർ ഇതിനകത്തുള്ളത് കൊണ്ടും ഞാൻ പറയാം, ചില സമയങ്ങളിൽ ദൈവം നിശബ്ദനായിരിക്കും. ദൈവത്തിന്റെ നിശബ്ദത ഒരു അത്ഭുതമാണ് ദൈവമക്കളെ. പ്രാർത്ഥിച്ചാൽ ഒരു സൈനില്ല, പ്രാർത്ഥിച്ചാൽ ഒരു മറുപടിയില്ല, പ്രാർത്ഥിച്ചാൽ ഒരു ചലനമില്ല. ആ നിശബ്ദതയുടെ സീസൺ പൊട്ടുന്നത് പരിശുദ്ധാത്മാവിൽ തിരിച്ചറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നു, വായടച്ച ദൈവം വാ തുറക്കുന്ന സമയമായിരിക്കുന്നു. കേൾക്കുന്നവർ ആ ദൂതിനോട് കണക്റ്റ് ആകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകേ, നന്നായി കർത്താവിനെ മഹത്വപ്പെടുത്തുകേ. യേശുവിന്റെ നാമത്തിൽ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി കേട്ടു. ഒരുപാട് വാഗ്ദത്തങ്ങൾ, ഒരുപാട് പ്രവചനങ്ങൾ. ആര് വന്നു പോയാലും എഴുന്നേൽപ്പിക്കും, ആര് വന്നു പോയാലും ആലോചന പറയും. പെട്ടെന്ന് ദൈവിക ഇടപാടുകൾ ഉണ്ടാകും, പ്രചോദനങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ കാണപ്പെടുന്ന ഒരു വിടുതൽ, കാണപ്പെടുന്ന ഒരു അടയാളങ്ങളില്ലാത്ത, ദൈവം സംസാരിക്കാത്തൊരു സീസൺ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോകുകയാ. ഇതാ ദൈവത്തിന്റെ നാവ് തുറക്കുന്നു. നിന്റെ വീടിനകത്ത്, നിന്റെ പ്രേയർ റൂമിനകത്ത്, നിന്റെ ആരാധനയുടെ നടുവിൽ ദൈവദാസന്മാരുടെ ശബ്ദത്തെക്കാൾ, മനുഷ്യന്റെ ശബ്ദത്തെക്കാൾ അപ്പുറമായി ദൈവശബ്ദം മുഴങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോം തുറക്കപ്പെടാൻ പോകുന്നെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ആത്മാവിൽ അതിനെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്? അങ്ങനെയുള്ളവർ നന്നായ കരമടിച്ചു വാചലിപ്പിച്ച് ഒന്ന് അന്യഭാഷകളിൽ കർത്താവിന്റെ മഹത്വം കൊടുത്തേ. ദൈവം സംസാരിക്കുന്ന ഡോറുകൾ ഇന്ന് രാത്രി ഹസ്തനാദരം ജലാദരം ജാലബന്ധര ഇടമനദര ഗമനഗദര ഗമന ഹസ്തനാദരം ജലാദിയാര ജാലബന്ധനാദര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം സംസാരിക്കുന്ന പ്ലാറ്റ്ഫോം തുറക്കുന്നു. ചർച്ചിനകത്ത് ചില കുടുംബങ്ങൾ വ്യക്തിപരമായി ദൈവശബ്ദം കേൾക്കാൻ പോകുന്നു, വ്യക്തിപരമായി ദൈവത്തിന്റെ ഇടപാട് അനുഭവിക്കാൻ പോകുന്നു, വ്യക്തിപരമായി ദൈവത്തിന്റെ കോൺവെർസേഷനിലേക്ക് കയറാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ പേര് വിളിച്ചിറങ്ങി വരുന്ന മണിക്കൂറുകൾ നിന്റെ വീടിനകത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഈ വേദഭാഗം വരുന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. അപ്പൊ ദൈവം അവന്റെ പേര് വിളിച്ച് സംസാരിക്കുകയാണ്. അവന്റെ അശ്വീണം, അവരുടെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി കേട്ടു എന്ന് പറഞ്ഞിട്ട് അവരോട് സംസാരിച്ചിട്ട് ഒരു ഉദ്ധാരകനെ ദൈവം എഴുന്നേൽപ്പിക്കുക. ആ ഉദ്ധാരകന് വേദപുസ്തകം ഇട്ടിരിക്കുന്ന പേര് മോശ എന്നാണ്. അവൻ ജനിക്കുന്നത് ലേവി കുടുംബത്തിലാണ്. ലേവി കുടുംബത്തിലെ അമ്രാമിനും യോക്കേബേത്തിനും ഉണ്ടാകുന്ന രണ്ടാമത്തെ മൂന്നാമത്തെയോ സന്തതികളിൽ ഒരാളായിട്ടാണ് അവൻ ജനിക്കുന്നത്. അവന് മുമ്പ് ജനിച്ച കുഞ്ഞുങ്ങളുണ്ട്, പക്ഷെ അവൻ വരുമ്പോൾ ഒരു ഡെലിവറൻസുമായിട്ടാണ് വരുന്നത്. ചില കുഞ്ഞുങ്ങൾ ഒരു ഡെലിവറൻസിന്റെ തലമുറകളാണ്. ചില ആൺകുഞ്ഞുങ്ങൾ, അമ്മേ, എനിക്ക് 2 പെൺപിള്ളേരാണ്.
പക്ഷേ രണ്ടിനെയും മോനെന്ന് വിളിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൺപിള്ളേരില്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ പൊതുവെ പെൺപിള്ളേരെ കണ്ടാലും മോനെ എന്ന് വിളിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാം, ചില കുഞ്ഞുങ്ങൾ ഡെലിവറൻസുമായിട്ടാണ് വരുന്നത്. എൻ്റെ മൂത്തവൾ ജനിച്ചപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിട്ടു. മിനിസ്ട്രിയിലാണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ട്. പക്ഷേ രണ്ടാമത്തോട് വന്നപ്പോൾ റോയലായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില കുഞ്ഞുങ്ങൾ വരുന്ന ഡെലിവറൻസുമായിട്ടാണ്. ഹോളി സ്പിരിറ്റ് എന്നോട് പറയുന്നു, ഈ ദൂത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വീകരിച്ചു. വ്യക്തിത്വം ജയം വ്യാപരിക്കട്ടെ. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ കഠിനമായൊരു നിയമം വന്നു. കഠിനമായ നിയമം ഇതാണ്: പുഴയിലെറിഞ്ഞു കൊല്ലണം കുഞ്ഞുങ്ങളെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ കണ്ടം ഛേദിച്ച് കളയണം. അങ്ങനെ ഒരു നിയമം നിൽക്കുമ്പോഴാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. നിയമം നിൽക്കുമ്പോൾ നിയമത്തെ പൊട്ടിച്ച് ജനിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഒരിക്കലും ഒരു സാധനം ജയമായി തലപൊക്കത്തില്ലെന്ന് പറയുമ്പോൾ അതിനെ ജയമായിട്ട് എഴുന്നേൽപ്പിക്കുന്നവനാ സർവശക്തനായ ദൈവം. ശ്രേഷ്ഠമായൊരു വാക്കാണ്. എഴുന്നേക്കത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്നവനാ ദൈവം. വിജയിക്കത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിജയിപ്പിക്കുന്നവനാ ദൈവം. ഈ സീസണിലെ പ്രത്യേകിച്ച് ഈ വിസിറ്റിങ്ങിലെ, ഇംഗ്ലണ്ടിലെ ഈ വിസിറ്റിങ്ങിലെ ലാസ്റ്റ് മെസ്സേജുകളിൽ ഒരു മെസ്സേജായിട്ട് പരിശുദ്ധാത്മ നിയോഗിതമായിട്ട് ഞാൻ പറയുക, നിന്നെ നോക്കി ആരെങ്കിലും എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവരുടെ നട്ടുവിൽ നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കും. ആമേൻ. ഈ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ മൂടി വെക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടെ നിന്ന് പറഞ്ഞാണ്ട് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പിന്നെ വരുന്നു. ഇത് ഇങ്ങനെ ഒരു കുഞ്ഞിനെ 3 മാസം കുളിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ്. മിണ്ടരുതെന്ന് പറയാൻ പറ്റുമോ? മിണ്ടരുതെന്ന് പറയുമ്പോഴായിരിക്കും ഏറ്റവും ഒളിത്തി കരയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ചിന്തകൻ പറഞ്ഞത്, ഈ കൊച്ചു കരയുമ്പോഴത്തേക്കിന് തട്ടിയാണ് കൊച്ചിൻ്റെ നാക്ക് തടിച്ചെന്ന്. ദൈവത്തിന് അങ്ങനെയൊന്നുമല്ല കേട്ടോ, എടുത്തേക്കരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജനിച്ചതേ തടിച്ച നാവുള്ളവനായിട്ടാണ്. കാഴ്ചയെ സുന്ദരൻ, പക്ഷെ തടിച്ച നാവുള്ളവൻ. ആമേൻ. ഞാൻ അടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം. ബലഹീനതയുള്ളവരെല്ലാവരും ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന് മഹത്വം. ബലഹീനതയുള്ളവരെ നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബലഹീനതയുണ്ട്. എനിക്കാണെങ്കിൽ സമയം കീപ്പ് ചെയ്യാത്ത കാര്യത്തിൽ ബലഹീനതയുണ്ട്. 9 എന്ന് പറഞ്ഞാൽ 10 നിർത്തത്തുള്ളൂ. പല കാര്യത്തിൽ ഇതുപോലെ ഓരോരുത്തർക്ക് ബലഹീനതയുണ്ട്. കണ്ണിന് ബുദ്ധിമുട്ടുള്ളവർ കാണും, സംസാരിക്കുമ്പോൾ നന്നായിട്ട് ഫ്ലോ ആകാത്തവർ കാണും, പാടുമ്പോൾ കറക്റ്റായിട്ട് ആ ശ്രുതിശുദ്ധി കിട്ടാത്തവർ കണ്ടേക്കാം. നോക്കിക്കേ, ഇങ്ങനെ പല രീതിയിലുള്ള ഫോൾട്ടുകളുണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു സാമ്പാസ്റ്ററേക്കാളും സൂപ്പറായിട്ട് സ്റ്റീഫൻ ദേവസി കീബോർഡ് വായിക്കും. പക്ഷെ സ്റ്റീഫൻ വായിച്ചാൽ ഒരു പിശാചി വിളകത്തില്ല. പാസ്റ്റ് വായിച്ചാൽ ബ്രദറിന്റെ പാട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. ബ്രദറിന്റെ പല ലാൻഡിങ് നോട്ടും കറക്റ്റ് അല്ല. ദൈവത്തിന് മഹത്വമുണ്ടാകും. സ്വരശുദ്ധി കറക്റ്റായിട്ട് വരുന്നില്ല. യേശുദാസങ്ങളെക്കാൾ സൂപ്പറായിട്ട് പാടും. പക്ഷെ അയാൾ പാടിയ ഉള്ള ഭൂതം കൂടെ വരുന്നേ ഉള്ളൂ. അദ്ദേഹം പാടിയാൽ ഭയങ്കര മിറക്കിൾ നടക്കും. അമ്മ പറഞ്ഞാട്ടെ. നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് ബലഹീനതയുണ്ടെങ്കിലും ആ ബലഹീനതയ്ക്കകത്ത് ദൈവകൃപ വ്യാപരിക്കും. പൗലോസ് പറയുന്നത്, എൻ്റെ ബലഹീനതയിൽ ദൈവകൃപ തികഞ്ഞു വരുമെന്ന്. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? എൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ കൃപ തികഞ്ഞു വരുമെന്ന്. അപ്പം അവൻ ജനിച്ചു, നാക്ക് തടിച്ചവനാണ്ടാ ജനിച്ചത്. 3 മാസം ഒളിപ്പിച്ചെന്നല്ല, ദൈവം മറച്ചു. ഇല്ല, കണ്ടുപിടിച്ചേനെ, ഉറപ്പായിട്ടും കണ്ടുപിടിച്ചേനെ. പക്ഷെ ദൈവം മറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഞാങ്ങണ പെട്ടകത്തിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് കുഞ്ഞിനെ നൈൽ നദിയുടെ ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവച്ചെന്നാണ് രേഖപ്പെടുത്തിയേക്കുന്നത്. ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഈ കുഞ്ഞിനെ അകത്ത് ഉറക്കി കിടത്തിയിട്ട് ഈ ടാർപ്പയുടെ കീഴിൽ അവർ താമസിക്കുന്നത്. ടാർപ്പ മീൻസ് നമ്മുടെ നാട്ടിലെ പണ്ടത്തെ ഈ തഹശ്ശുതോൽ കൊണ്ടുണ്ടാക്കിയ പടുത, അതിൻ്റെ കീഴിലാണ് താമസിക്കുന്നത്. അതിൻ്റെ കീഴിൽ താമസിക്കുമ്പോൾ മുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കുമ്പോഴാണ് മനോഹരമായ ഒരു കെട്ടിടം, സ്വർണ്ണ നിർമ്മിതമായൊരു കെട്ടിടം കാണുന്നത്. അത് കൊട്ടാരമാണ്. ഇപ്പം ഈ വീടിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുക, എത്ര മനോഹരമാണ് ആ കൊട്ടാരം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ആഗ്രഹം, പക്ഷെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അവൾ അറിഞ്ഞില്ല, അവൾ ആഗ്രഹിക്കുന്നതിനെ സാധിപ്പിക്കുന്ന ഒരു കുഞ്ഞ അകത്തുറങ്ങുന്നതല്ല.
ഞാൻ പിന്നെയും പറയുന്നു, എല്ലാവരുടെയും തലമുറ പോലെയല്ല നമ്മുടെ തലമുറകൾ. നിന്റെ വാഗ്ദത്തത്തെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് നിന്റെ തലമുറ. നിനക്ക് കയറാൻ പറ്റാത്തടുത്ത് നിന്നെ എത്തിക്കുന്നതാണ് നിന്റെ തലമുറകൾ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തോളൂ. നിനക്ക് തുറക്കാത്തത് നിന്റെ തലമുറകൾക്ക് തുറക്കപ്പെടും. തലമുറകൾ തുറക്കപ്പെട്ടാൽ അവരിലൂടെ നീ ബ്ലെസ്സിങ്സ് അനുഭവിക്കും. ഹോളി സ്പിരിറ്റ് ശക്തമായിട്ട് പറയുന്നു, ഇത്രയും പ്രായത്തിനിടയിൽ നമുക്ക് തുറക്കാത്തത് പലതും നമ്മുടെ തലമുറകൾക്ക് ഈ രാജ്യത്ത് തുറക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആ കൈതട്ടിയോ ചലിപ്പിച്ചോ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റും. ശക്തിയോടെ ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിട്ട് ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കുക. ഇവിടെ ഷാരോനിൽ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും, അതുകൊണ്ട് പേര് പറയുന്നില്ല. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അവന് നാട്ടിലെ പെരുവാ ചർച്ചിലായിരുന്നു. അവർ ദൈവത്തിന് മഹത്വം ഉണ്ടായിട്ട് ഒരു പ്രാവശ്യം ഞാൻ പ്രസംഗിക്കാൻ വിളിച്ചു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പ്രസംഗിക്കാൻ ഒത്തിരി ലേറ്റായിട്ട് അവിടെ ചെന്ന് ചർച്ച മാറി കയറി. അങ്ങനെ എനിക്ക് ലേറ്റായിപ്പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ആപ്പാടെ 35 മിനിറ്റ് പ്രസംഗിക്കാനുള്ളൂ. 1.5 മണിക്കൂർ പ്രസംഗിക്കേണ്ട സ്റ്റേജിൽ 35 മിനിറ്റ് പ്രസംഗിക്കാൻ കിട്ടിയുള്ളൂ. അപ്പോൾ ഈ സഹോദരൻ്റെ അപ്പൻ ആണ് ഇവിടുത്തെ പാസ്റ്റർ. എനിക്കറിയത്തില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ആ പാസ്റ്റർ ഞാൻ കാണുന്നത്. ഞാൻ കയറി ചെല്ലുമ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇന്നത്തെ പാസ്റ്റർ താമസിച്ചാണെങ്കിലും വന്നിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഒരു നല്ല മെസ്സേജ് പറയാനുള്ള ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമുക്കൊരു ഇടിയായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാലും ഞാൻ സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്കിനും ഒന്ന് ഒത്തു കിട്ടണ്ടേ, ഒരു താളം കിട്ടണ്ടേ, അതിനൊരു പാട്ടങ്ങ് പാടി. ആ പാട്ടങ്ങ് പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഹൃദയത്തിലൊരു തട്ടി കണ്ണങ്ങ് നിറഞ്ഞു. കണ്ണ് നിറഞ്ഞപ്പോൾ ഞാൻ 2-3 അന്യഭാഷ പറഞ്ഞു. വലത്തെ സൈഡിൽ സഹോദരന്മാരുടെ ഭാഗത്തിൽ ബാക്ക് ട്രോയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ എഴുന്നേൽപ്പിക്കാൻ പരിശുദ്ധാത്മ പ്രേരണ തന്നു. ഞാൻ അവനോട് പറഞ്ഞു, നീ എഴുന്നേക്കാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റപ്പോഴത്തേന് കർത്താവിൻ്റെ ആലോചന, നീ ഫാസ്റ്റിങ്ങിലാണ്. അവിടെ കുറേ ദിവസങ്ങളായിട്ട് ഫാസ്റ്റിങ്ങാണ്. അങ്ങനെ വെച്ച് നമുക്ക് ആലോചന പറയാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം ഇടപെടുക, നീ ഫാസ്റ്റിങ്ങിലാണ്. നിന്റെ മനസ്സൊത്തിരി തകർന്നിരിക്കുകയാണ്. നീ ഹൃദയത്തിൽ മുറിവ് കൊണ്ടവനെ പോലെയാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം നിന്നെ യൂറോപ്പിലയക്കും. ദൈവത്തെ സ്തുതിച്ചേ. ദൈവം നിന്നെ യൂറോപ്പിലയക്കും. നീ യൂറോപ്പിൽ പോകാൻ കാരണം നിനക്കൊരു വിവാഹം ഉടനെ വരുന്നുണ്ട്. നിന്റെ വിവാഹം നടക്കാൻ പോകുന്ന പെൺകുട്ടി മരുന്ന് കണ്ടുപിടിക്കുന്ന റിസർച്ച് റിലേറ്റഡായ ഒരു മെയിൻ ഓഫീസറാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് അതൂത്. ഇത്രയും പറഞ്ഞ ഉടനെ അവനങ്ങ് കൈ ഉയർത്തി കരയാൻ തുടങ്ങി. അടുത്ത പദം ഭയങ്കര ശക്തമായ പദമായിരുന്നു. നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, നിന്റെ തടി, നിന്റെ ആരോഗ്യത്തെ കളിയാക്കി ഞങ്ങളുടെ കാശ് കൊണ്ടാണ് നിനക്ക് തടി ഉണ്ടായെന്ന് പറയുന്ന മൂർഖന്മാരുടെ നടുവിലാണ് നീ താമസിക്കുന്നതെന്ന് കർത്താവ് പറയുന്നു. അവൻ നിന്നൊരൊറ്റ കരച്ചിൽ കരയുമ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ കരയുക. അപ്പോഴെനിക്ക് മനസ്സിലായത് കണക്ഷൻ എന്തുവെന്നറിയോ? ഈ പാസ്റ്ററുടെ മോന. അവനിട്ടിരിക്കുന്ന ഡ്രസ്സിനെയും അവൻ്റെ തടിയെയും കളിയാക്കുന്ന മൂർഖന്മാരായവരുടെ നടുവിൽ അതൂത് വരുന്നത്. അതുകൊണ്ട് അവൻ മാനസികമായിട്ട് മുറിവേറ്റിരിക്കുന്നത്. ശത്രുടെ ഹാല്യ പറയാം. ആ മീറ്റിങ്ങിൽ എനിക്കാരും കൈയൊന്നും തരാനൊന്നും വന്നില്ല. അവർ പറഞ്ഞ് തമ്മിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. പാസ്റ്റർ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞത്. കാര്യം അത് അത്ര അക്യുറേറ്റ് ആയിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവഭക്തന്മാർ, ഞാൻ ഈ 10-30 വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ദൈവകൃപയാൽ ആരുടെ മുമ്പിൽ ഒരു ആവശ്യത്തിന് കൈ നീട്ടേണ്ട ഗതികേടുണ്ടായിട്ടില്ല. ശക്തിയോട് ഹാല്യ പറയാം. ഞാനൊരു 9 വർഷം ജോലി ചെയ്ത കർത്താവിൻ്റെ വേല ചെയ്ത് 9 വർഷം. അത് കഴിഞ്ഞ് തമ്പുരാൻ്റെ കൃപയാൽ കോട്ടയത്ത് നല്ലൊരു വീടുണ്ട്, നല്ല സ്ഥലമുണ്ട്, ഇച്ചിരി സംവിധാനങ്ങളുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിപ്പോഴും ഉണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ദൈവവിൽ ആശ്രയിച്ച് പറയാം. പാസ്റ്റർമാരുടെ മക്കളെ കാണുമ്പോൾ ഞാൻ അവരെ ബ്ലെസ് ചെയ്യും. മനസ്സ് തുറന്ന് ബ്ലെസ് ചെയ്തിട്ട് വിളിക്കും. കാര്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കരുതാനും നടത്താനും ദൈവമല്ലാതെ വേറെ ആരുമില്ല. കൈയോർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാവോ? ഹോളി സ്പിരിറ്റ് ശക്തമായിട്ട് ഈ മുറിക്കകത്തോടെ വിടുകയും അവനെ ദൈവം അങ്ങ് മാനിച്ചു കേട്ടോ. അവൻ്റെ കല്യാണം നടന്നു. അവൻ്റെ കല്യാണം നടന്നത് കറക്റ്റ് റിസർച്ച് ചെയ്യുന്ന, മരുന്ന് കണ്ടുപിടിക്കുന്ന ഇംഗ്ലണ്ടിലെ പ്രമുഖമായൊരു കമ്പനിയുടെ മെയിൻ തലപ്പത്തിരിക്കുന്ന ഒരു കുഞ്ഞാണ് അവനെ വിവാഹം കഴിച്ചത്. അവനിപ്പോൾ ഇവിടെയുണ്ട്. അവനെ കല്യാണത്തിന് അന്ന് ഞാൻ പോയി. അവൻ്റെ അപ്പനും അമ്മയും പോകാറായപ്പോൾ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു, പാസ്റ്ററെ ഞങ്ങൾ ആദ്യമായിട്ട് യൂറോപ്പിന് പോവുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, കണ്ടോ, ആ തലമുറയെ തൊട്ടപ്പോൾ
അവൻ്റെ മാതാപിതാക്കൾക്ക് ഡോറ് തുറന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. തമ്പുരാൻ ഇന്ന് പകൽ ഇടപെടുകയാണ്. ചില തലമുറകൾ ഓപ്പണിങ് കൊണ്ടുവരുന്ന തലമുറകൾ വിശ്വസിക്കുന്നവർ അതിന് ആമേൻ പറഞ്ഞോളൂ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത ചില ഓപ്പണിങ്ങുകളെ പരിശുദ്ധാത്മാവ് നമുക്കായി തുറക്കും. ഈ ഞാങ്ങണ ലോകത്തിലെ ഭയാനകമായ 7 നദികളിൽ ഒരു നദിയാണ് നൈൽ നദി. നൈൽ നദിയുടെ ഭയാനകത എന്ന് പറയുന്നത് ക്രൊക്കഡൈൽസ് ധാരാളമുള്ളതാണ്. ഏതാ നൈൽ നദി. പക്ഷെ ഒരു പോർഷനായിട്ടാണ് ആ നദി പോകുന്നത്. ഇങ്ങനെ ഒഴുകുന്ന നദിയെ വെട്ടിവിട്ടേക്കും, ഒരു മറ്റൊരു പോർഷനാക്കിയത്. എന്നിട്ട് അവിടെ വലിയ കമ്പിമേലി വെച്ചുകൊണ്ട് മറച്ചേക്കുന്നതുകൊണ്ട് മിസ്രൈമിൻ്റെ അകത്തോട്ട് ഒഴുകുന്ന നൈലിൻ്റെ ഉപഭാഗം എന്ത് ചെയ്യുന്നില്ല, അതിനകത്ത് ഈ ക്രൊക്കഡൈൽസ് ഇല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ഭാഗത്താണ് ആരെ കൊണ്ട് വെച്ചേക്കുന്നത്? മോശയെ കൊണ്ട് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് പറയാം, ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ട്, നൈൽ നദിയിൽ ഒഴുക്കിയില്ല, ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവച്ചു. ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവച്ച സമയത്താണ് ആര് വരുന്നത്? കൊട്ടാരത്തിൽ കുളിക്കേണ്ട കുമാരിക്ക് കടവിൽ കുളിക്കാനൊരാഗ്രഹം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. നിന്റെ സമയമായ നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ചിലരുമായിട്ട് ദൈവം നിന്നെ കണക്ട് ചെയ്യും. ഇനിയുള്ള ദൂതം നന്നായിട്ട് എടുത്തോളൂ. ചർച്ചിന്റെ സമയമായി. ജയം എടുക്കട്ടെ. നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ചില കണക്ഷൻസ് വരാൻ പോകും. നമുക്ക് ബ്ലെസ്സിങ് ആകുന്ന ചില കണക്ഷൻസ് വരാൻ പോകും. ഞാൻ കഴിഞ്ഞ രാത്രിയോട് പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഏതോ ഒരു സെക്ഷനിൽ പറഞ്ഞെന്ന് തോന്നുന്നു. ചായ കുടിക്കാൻ ഹോട്ടലിൽ കയറിയപ്പോഴത്തേക്ക് പറഞ്ഞതല്ലേ, അത് നമ്മൾ പകല് വീട്ടിൽ വെച്ച് പറഞ്ഞത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചായ കുടിക്കാൻ ഹോട്ടലിൽ കയറിയപ്പോൾ ഫ്രണ്ടിൽ ഒരുത്തം വന്നിരിക്കുക. അവനെ നോക്കി ഞാൻ ചിരിച്ചു, അവൻ എന്നെ നോക്കി ചിരിച്ചു. അയാൾ എഴുന്നേറ്റ് വന്നിട്ട് എന്നോട് ചോദിച്ചിട്ട് ഇത് പ്രശ്നമാണ് എന്ന് പറഞ്ഞത്. യൂട്യൂബിലൊക്കെ പ്രസംഗം കാണുന്നുണ്ട്. ഓക്കെ, സന്തോഷം. അയാൾ അവിടെ പോയിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കിന് അയാൾ ഭക്ഷണം കഴിച്ചിട്ട് അയാൾ എഴുന്നേറ്റ് പോയി. ഞാൻ തൊട്ട് പുറകെ ചെന്നു. കൗണ്ടറിൽ ചെന്നപ്പം കാശ് കൊടുക്കണ്ട. ഞാൻ പറഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് പറയാം, പുള്ളി കാശ് കൊടുത്തു. നന്നായിട്ട് ചിരിച്ചാൽ കാശ് പോലും കൊടുക്കണ്ട. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ടെസ്റ്റ് മണി പറഞ്ഞു. ഇറങ്ങി ചെന്നപ്പോൾ പുള്ളി കാറ് വെയിറ്റ് ചെയ്യുക. ഞാൻ കാറിനകത്ത് കയറി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ടപ്പോൾ പിന്നെയും പുള്ളി കരയാൻ തുടങ്ങി. നന്നായിട്ട് കരയും. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വിളിച്ചാൽ വരത്തില്ലെന്ന് പറയില്ല. ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വിളിക്കുന്ന മസ്കറ്റിലോട്ടാണ്. ചായ കുടിക്കാൻ കയറിയ രാജ്യത്തിൻ്റെ വഴി തുറക്കുമോ? ശക്തിയോടൊരു ഹാല്യ പറയാം. ഞാൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം പറയാം. നിങ്ങൾക്ക് എപ്പോൾ ഓപ്പണിംഗ് ഉണ്ടാകണോ നിങ്ങൾ പോലും തീരുമാനിക്കാത്ത സമയത്താണ് ദൈവം നിങ്ങൾക്ക് ഓപ്പണിംഗ് തരുന്നത്. അമ്മയും പറഞ്ഞേ. ഈ പെട്ടകം കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവച്ചെന്ന് നമുക്ക് തോന്നില്ലേ? എന്തോ ഒരു ആസൂത്രിത പദ്ധതി പോലെ തോന്നും. ഇത് കൊണ്ടുവെക്കുന്നു, കുമാരി വരുന്നു. അല്ല, ഈ കറക്റ്റ് 3 മാസം എത്തിയപ്പോഴത്തേക്കിന് തന്നെ ഈ പെട്ടകം കൊണ്ടുവെക്കാം. ആമേൻ. ഒരിക്കൽ പോലും ഇല്ലാത്ത ചില ആവേശങ്ങൾ ചില സമയങ്ങളിൽ ഉണ്ടാവും. ഇന്നത് ചെയ്യാൻ, ഇന്നത് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇന്നതിനെ കൈവച്ച് അവകാശമാക്കാൻ ഒരു പ്രത്യേക നിയോഗം വരും. ആ നിയോഗം വരുമ്പോൾ ഓർത്തോണം, മറുഭാഗത്ത് അതിൻ്റെ കണക്ഷനുകൾ വരുന്നുണ്ട്. നമ്മുടെ ലൈഫിനെ തിരിക്കുന്ന ചില കണക്ഷൻസ് വരികയാണ്. പാസ്റ്ററെ, ചർച്ചിന് വേണ്ടി ഞാൻ ഈ ദൂത് പറയുക, റോയൽ കണക്ഷൻസുകളെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരികയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നു, ലൈഫിനെ തിരിക്കാൻ പറ്റുന്നു, നമ്മുടെ ദർശനത്തിന് വേണ്ടി എന്തെങ്കിലും സംവിധാനം തുറക്കാൻ പറ്റുന്ന ഡീപ് ആൻഡ് റോയൽ കണക്ഷൻസിനെ കൊണ്ടുവരുന്ന സമയങ്ങളായതെന്ന് പറഞ്ഞാൽ ശക്തിയോടെ അതിനെ സ്തോത്രം ചെയ്ത് സ്വീകരിക്കണം. വരുന്നതാരാ? കുമാരിയ. കടക്കുന്നതാരാ? മോശയ. അവ ഇവള് വന്നെങ്കിൽ മാത്രമേ കൊട്ടാരം തുറക്കത്തുള്ളൂ. വേറെ ഒത്തിരി പേര് ആ കടവിൽ കുളിക്കാൻ വരാൻ സാധ്യതയുണ്ട്. കുമാരി കുളിക്കാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത കേട്ടോ, രാജാക്കന്മാർ വരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ ആരും അവിടെ വരത്തില്ല, ആ ഏറിയയിലോട്ട് വരത്തില്ല. അപ്പൊ ആ കറക്റ്റ് സ്പോട്ട് ഒരുങ്ങി വരിക. അന്നത്തെ ദിവസം അവിടെയാ, അന്നത്തെ ദിവസം മോശയുടെയാ, ഇന്നത്തെ ദിവസം നമ്മുടെയാ. മഹത്വം ഉണ്ടാകട്ടെ. കുളിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനാ ഒരു ഞാങ്ങണപ്പെട്ടൻ കണ്ടേ. ഞാങ്ങണപ്പെട്ടൻ കണ്ടപ്പോഴത്തേക്കിന് പറഞ്ഞു, തോഴിമാരോട് പറഞ്ഞു എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അവളുമാരി പോയി എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കിന് ദാണ്ടാ എടുത്തോണ്ട് ഇങ്ങ് വന്നപ്പോഴത്തേക്കിന് തുറന്നപ്പോഴേ മനസ്സിലായി എബ്രായ കുഞ്ഞാണ്. ഞാൻ 8 വർഷം മീശ വെച്ചാ പ്രസംഗിച്ചോണ്ടിരുന്നത്.
IPC മീശ വെച്ച് ഗ്രാജുവേറ്റ് ചെയ്ത പാസ്റ്റർമാരിൽ ഒരാൾ ഞാൻ മഹത്വമുണ്ടാകട്ടെ. ഇങ്ങോട്ടും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് കിളിക്കാത്തതുകൊണ്ട് ഞാൻ ഇവിടെ മാത്രം വെച്ചത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇതും വെച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അപ്പച്ചന്മാർ ഈ പ്രസംഗം കഴിഞ്ഞുകൊണ്ടേ പറയടാ നിന്റെ പ്രസംഗം സൂപ്പറാണ്, പക്ഷെ നീ എബ്രായബാലനല്ല. മഹത്വമുണ്ടാകട്ടെ. അപ്പം എന്താണെന്നറിയാം, മീശ എടുത്താലേ അകത്തുള്ളതാണ് പറയാൻ. ഇതൊക്കെ താർക്കിക വിഷയങ്ങളാണ് ഇട്ടേക്കുക. പ്രൈസ് ലോ. നിങ്ങൾ നോക്കിയേ, ഇവനെ കണ്ടപ്പോഴേ മനസ്സിലായി എബ്രാഹിം മനസ്സിലായി. കണ്ടിട്ട് ഇവരെടുത്തെന്നറിയാമോ, ഈ തോഴിമാർ ഈ കുഞ്ഞിനെ എടുത്തിട്ട് നേരെ കുമാരിയുടെ കയ്യിലോട്ട് കൊടുക്കുക. തോഴിമാരെടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല, കുമാരി എടുത്തപ്പോൾ കരണ്ട് അടിക്കുന്ന പോലെ ഒരു അടി അടിച്ചു. 3 മാസമേ ആയിട്ടുള്ളൂ, ഭൂതത്തെ ഇളക്കുന്ന മിനിസ്ട്രിയാണ്. അപ്പൻ്റെ സ്പിരിറ്റാണ് മോടെ ദേഹത്തും ഇരിക്കുന്നത്. അപ്പൻ സേവിക്കുന്ന ദൈവങ്ങളുടെ സ്വാധീനമാണ് മോടെ ദേഹത്തും ഇരിക്കുന്നത്. മോടെ ദേഹത്തിരിക്കുന്ന ആ സ്വാധീനം പൊട്ടിയാലേ ഉള്ളൂ മോശയ്ക്ക് കൊട്ടാരം തുറക്കത്തുള്ളൂ. രക്തം ചെയ്യെടുക്കട്ടെ. ചില പൈശാചിക ലോകത്തിനെതിരെ കയറി ശബ്ദം ഉണ്ടാക്കി അതിനെ അടിച്ചു പൊട്ടിച്ചാൽ മാത്രമേ ചിന്തിക്കാത്ത ചില ഓപ്പണിങ് രാജ്യത്തുണ്ടാകത്തുള്ളൂ. ഇതതിൻ്റെ റൂട്ടാണ്. ഇവൻ കറക്റ്റായിട്ട് ഈ 3 മാസേ പ്രായമുള്ളൂ. ചിലതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചിലത് ജനിക്കുന്നതേ അഭിഷേകമായിട്ടാണ്. കർത്താവേ നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. നമ്മളൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് അഭിഷേകം പ്രാപിച്ചവർ അല്ലേ? നിറവയറുമായിട്ട് കൈയടിക്കുന്ന സഹോദരിമാരുണ്ട്, തുള്ളിച്ചാടുന്ന സഹോദരിമാരുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാം നിഴലാണ് സെക്കര്യാവിന്റെ ഭാര്യ എലിസബത്ത്. 6 മാസം ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞാ തുള്ളുന്നേ. മറിയ വന്ദനം പറഞ്ഞപ്പോൾ തുള്ളുക. വൈദ്യശാസ്ത്രത്തിൽ നിന്ന് പേപ്പർ കീറി കളയണമെന്ന് ക്ഷമിക്കണം, ബൈബിളിൽ നിന്ന് പേപ്പർ കീറി കളയണമെന്ന് സയൻസ് പറയുന്ന ഒരു ഭാഗം. അത് പ്ലാസൻ്റെക്കകത്ത് കിടക്കുന്ന കുഞ്ഞ് ഇത്രയും ഷെയ്ക്കായ പ്ലാസൻ്റെ പൊട്ടും, ബ്ലീഡിങ് ഉണ്ടാകും, പുറത്തോട്ട് കുറച്ചേ വരത്തുള്ളൂ, അകത്ത് അവയവങ്ങൾ പെട്ടെന്ന് ബ്രേക്കാകും, അമ്മയും കുഞ്ഞും മരിക്കാൻ സാധ്യത കൂടുതലാണ്. വൈദ്യശാസ്ത്രത്തിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, പക്ഷെ അകത്ത് അഭിഷേകം പ്രാപിച്ചു പുറത്തു വരികയാണ്. 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ദേഹത്ത് അഭിഷേകമുണ്ട്. അവന്റെ ദേഹത്തുണ്ട്. മോനാണോ മോളാണോ? മോൻ. അവന്റെ ദേഹത്തുണ്ട്. അവന്റെ ദേഹത്തുണ്ട്. സ്തോത്രം പറഞ്ഞേ. നിങ്ങളൊക്കെ ഇതിൻ്റെ അകത്തൂടെയൊക്കെ നടക്കുന്ന ഞാൻ എന്നാന്നറിയോ, ഈ പാസ്വേഡിനെ പറയും ഇതുവഴിയൊക്കെ ഓടി നടക്കുന്നത്. മറ്റവനാണെങ്കിൽ എന്നെ അനുകരണമായി. ഇപ്പോൾ അവൻ പുറകോട്ട്, ഞാനിങ്ങനെ പുറകെ കൈ വെച്ചാണ് വീട്ടിൽ ചെയ്യുന്നത്, അവനും പുറകെ കൈ വെച്ചാൽ നടക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ കുഞ്ഞുങ്ങളെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഈ ചർച്ചയിൽ പ്രസംഗിക്കുമ്പോഴത്തേക്കിന് ഇത്രയും പിള്ളേരല്ല, ഇതിനേക്കാളും ഉണ്ട്. നമ്പർ കൂടുതലായതുകൊണ്ട് പിള്ളേരും നമ്പർ കൂടുതൽ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇതുങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ബാഗിൽ ചെല്ലും. ഈ സൺഡേ സ്കൂൾ ടീച്ചേഴ്സാണ് നിയന്ത്രിക്കുന്നത്. ഇപ്പം ഇത് ബാഗിൽ ചെന്നിട്ട് ഒരുത്തം കസേര അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും, അവിടുന്ന് 2 എണ്ണം മറിയും. എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടുണ്ട് ഇവന്മാരെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ കൊള്ളാം. പക്ഷേ ഞാൻ വഴക്ക് പറഞ്ഞിട്ടില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പക്ഷെ അഭിമാനകരമായൊരു സംഭവം ഉണ്ടായി. ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെ ചർച്ചിൽ കൂടുന്ന ഒരു ബ്രദറിൻ്റെ വീട്ടിൽ കുറവിലങ്ങാട് കാളികാവെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു സുവിശേഷകൻ വന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ സമയത്ത് വന്നു. പുള്ളി വന്നപ്പോഴത്തേക്കിന് ഇവൻ അവർക്ക് ആഹാരം കൊടുത്തു. ആഹാരമൊക്കെ കൊടുത്ത് അയാൾക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അയാൾ പറഞ്ഞു, നിങ്ങളുടെ പാസ്റ്ററൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നവരെ, കാര്യം കോട്ടയത്ത് പ്രവർത്തിച്ചാൽ ആർക്ക് ആത്മാക്കളെ കിട്ടാത്ത, കാളികാവിലൊക്കെ ഭയങ്കര ശക്തിയാണെന്ന് പറയും. ദൈവത്തിന് മഹത്വമുണ്ടാകും. ഭയങ്കര പൈശാചിക ശക്തിയാണെന്ന് പറയും. അപ്പോൾ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചാണ് ആ വീട്ടിലുള്ളത്. കൊച്ചുടനെ ഈ പൈശാചിക ശക്തി എന്ന് കേട്ട ഉടനെ കൊച്ചു മടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ, എനിക്ക് ഒരു പിശാചിനെ പേടിയില്ല. ഉടനെ ആ മനുഷ്യൻ പെട്ടെന്ന് കൈകൊണ്ട് കാണിച്ചു, അങ്ങനെയൊന്നും പറയല്ലെന്ന്, അങ്ങനെയൊന്നും പറയല്ല. അടുത്ത ഡയലോഗ്, ഞാൻ അവനെ ചവിട്ടു. അപ്പോൾ ആദ്യം പറഞ്ഞു എനിക്ക് അവനെ പേടിയില്ല, രണ്ടാമത് പറഞ്ഞു ഞാൻ അവനെ ചവിട്ടു. അയാൾ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ കാണിക്കാൻ പറഞ്ഞു. അയാൾ പോയി. അപ്പം അയാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞുകൊണ്ട് ഇവൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, വെച്ചാ ഇങ്ങനെയാണ് പറയുന്നത്, ഈ കൊച്ചിങ്ങനെ പറയുന്നത്. ഞാൻ ഉടനെ പറഞ്ഞു അതിൻ്റെ തലയിലോട്ടൊന്ന് കൈവച്ചു ഒന്നുകൂടി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒന്നുകൂടി ഒന്ന് പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്തു. നിങ്ങൾ നോക്കിയേ, ഓടിക്കളിച്ചെങ്കിലും ആ സുവിശേഷകനേക്കാളും വിവരമുണ്ട്. അയാൾ ഇപ്പോഴും പിശാചിനെ പേടിച്ചിരിക്കുമ്പോൾ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പറയാം ഞാൻ ചവിട്ടുന്നു.
കേൾക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവേ, ഇതിന്റെ സാന്നിധ്യത്തിനായി അപ്പൊ ഈ പറയുന്നത് ഓടുന്നുണ്ടെങ്കിലും നടക്കുന്നുണ്ടെങ്കിലും തലേ കയറുന്നുണ്ട്. അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന് മാത്രം നന്ദി പറയുകയാണ്. ഈ ക്ലോക്ക് ഇങ്ങനെ ഓടുന്നത് കൊണ്ട് മാത്രമുള്ളൊരു സങ്കടമുള്ളൂ എനിക്ക്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ നോക്കിയേ, അപ്പം ഇവളെ ഈ കയ്യിലോട്ട് എടുക്കുകയും ഇവളുടെ ദേഹത്തു നിന്നുള്ള ദുരാത്മാവ് പൊട്ടുകയും കൊട്ടാരം തുറക്കുകയും ചെയ്തു. കൊട്ടാരം തുറന്നപ്പോഴത്തേക്കിന് കൊച്ചിന് മുലവെടുക്കാൻ ഒരാളെ വേണം. തപ്പിയപ്പോഴത്തേക്കിന് ആരെ കിട്ടുക? യോക്കബേദിനെ കിട്ടുക. കണ്ടോ, ദീർഘനാളുകളായിട്ടുള്ള ആഗ്രഹം ഇപ്പൊ സഫലമായി. അവള് കൊട്ടാരത്തിൽ കയറാൻ കാരണം ആ തലമുറയാണ്. പിന്നെയും കർത്താവ് പറയുന്നു, ചിന്തിക്കാത്ത ചില റോയൽ ഓപ്പണിംഗ് ഇന്നത്തെ മീറ്റിങ്ങിനകത്ത് പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? അങ്ങനെ ആമേൻ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ ഹൃദയം തുറന്നും മനസ്സ് തുറന്നും കണ്ണുകളടച്ചുമൊക്കെ ഒന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പറ്റുമെങ്കിൽ ആ ചലിപ്പിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ, ജയം വ്യാപരിക്കട്ടെ, ജയം വ്യാപരിക്കട്ടെ, ജയം വ്യാപരിക്കട്ടെ. കർത്താവ് ചിലരെ തൊടട്ടെ, കർത്താവിന്റെ സാന്നിധ്യം ചിലരെ തൊടട്ടെ, ദൈവമഹത്വം ചിലരുടെ മേൽ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ അപ്രമേയമായ സാന്നിധ്യത്തിലേക്ക് ചിലർ നയിക്കപ്പെടട്ടെ, ദൈവസഹിത്വത്തിലേക്ക് ചിലർ നയിക്കപ്പെടട്ടെ, ദൈവാത്മ നിയോഗിതമായ പുതപ്പ് ചിലരുടെ മേൽ വീഴട്ടെ. വിശ്വസിക്കുന്നവർ അടങ്ങിയിരിക്കരുത്, വിശ്വസിക്കുന്നവർ മൗനമായിട്ടിരിക്കരുത്, വിശ്വസിക്കുന്നവർ അതരം ചലിപ്പിക്കാതിരിക്കരുത്. വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ എത്രത്തോളം ബഹുമാനിക്കാൻ പറ്റുമോ അത്രത്തോളം ബഹുമാനിച്ചുകൊണ്ട് ശക്തിയോടെ അവന് കൊടുക്കാവുന്ന മഹത്വം കൊടുക്കാട്ടെ. നിന്റെ ശരീരത്തെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ ജീവിത സാഹചര്യത്തെ നോക്കി ദൈവാത്മാവ് പ്രവചിക്കുകയാണ്. അറിവിനേക്കാളും കഴിവിനേക്കാളും അപ്പുറമായി ദൈവം നിനക്ക് തന്ന മാന്യതകൾ ഓരോന്നും തിരിഞ്ഞു നോക്കി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഇനിയും ഉയരങ്ങളിൽ കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. ചില റോയൽ ബന്ധങ്ങളെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുകയാണ്. ചില റോയൽ അനുഭവത്തിലേക്ക് തമ്പുരാൻ ചിലരെ മാറ്റാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ രാജ്യത്തിലെ നിയമ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചില പോസ്റ്റുകളിൽ ഇരിക്കുന്നവർ ചർച്ചിനകത്തേക്ക് വന്ന് കയറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രവചന ദൂതകളോട് പ്രതികരിക്കാൻ പറ്റുന്നവർ ചലിപ്പിച്ച് പ്രതികരിച്ചോളൂ, യേശുവിന്റെ നാമത്തിൽ. പിന്നെയും പറയുന്നു, നിയമ സംവിധാനങ്ങൾ അകത്തിരിക്കുന്ന ചിലർ പുതുതായി ചർച്ചുമായിട്ട് ജോയിൻ ചെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ ദൂത് ഇവിടെ തുറക്കപ്പെടുകയാണ്. അടമനതര ഗമനഗര ഗമനഹസ്തനാദരം ജലം ജരേദിയാന വൈഡവ സത്തരാദിയാന. പറ്റുന്നവർ 1-2 മിനിറ്റുകൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണം. പറ്റുന്നവർ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കണം. പറ്റുന്നവർ അശ്രദ്ധരായിട്ടിരിക്കരുത്. പറ്റുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. വലിയൊരു മൂവ്മെന്റിലേക്ക് ചർച്ച മാറാൻ പോകുകയാണ്. വലിയൊരു മൂവ്മെന്റിന്റെ അകത്തേക്ക് ചർച്ചിനെ കൊണ്ടുപോകാൻ പോകുകയാണ്. എത്രയോ വർഷങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഡോർ ചർച്ചിന് വേണ്ടി തുറക്കാൻ പോകുകയാണ്. ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത മിറക്കിളുകൾ കൊണ്ട് ചർച്ച് നിറയാൻ പോകുകയാണ്. ചർച്ചിലെ കുടുംബങ്ങൾ നിറയാൻ പോകുകയാണ്. ചർച്ചിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മ നിയോഗിതമായ പ്രവചന ദൂതുകളുടെ നിവർത്തിമതം ഇറങ്ങി വരാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ ഡോറുകൾ തുറക്കുന്നു. ലബ്ധകാരമാരഗന്ധരാധരം ജലം ജരേദിയാരം ലഗതുരി ജനഗദരഗജനദരഗമനഗദരഗജനദാരഗന്ധരാധരം ജലേദിയാരം. യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കാൻ പറ്റുന്നവരെല്ലാം പ്രതികരിച്ചാണ്. 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 പ്രതികരിച്ചാണ് 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 പ്രതികരിച്ചാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തൊടുന്നു. ഒരു ഡിവൈൻ ആൻഡ് റോയൽ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ വേർതിരിക്കാൻ പോകുകയാണ്. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ചില ഓപ്പണിങ് ദൈവം കൊണ്ടുവരുന്നു. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ചില ദൈവം നിന്റെ പേരിൽ ഇന്ന് ഈ മീറ്റിംഗിനകത്ത് രജിസ്റ്റർ ചെയ്യുകയാണ്. അതിലേക്ക് ദൈവം നിന്നെ ഈ വർഷം ലിഫ്റ്റ് ചെയ്യാൻ പോകുകയാണ്. കർത്താവിനോട് പറയുന്നത്
മാസങ്ങൾ നിന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മിറക്കിൾ മന്തുകളായിരിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവ് നേരിട്ട് സജസ്റ്റ് ചെയ്യുന്നവനായി നീ മാറാൻ പോകുകയാണ്. ഞാൻ കാരണമാണ്, എന്റെ റെക്കമെൻഡ് കാരണമാണ്, ഞാൻ കാരണമാണ് എന്ന് ഒരുത്തന്റെ നാവ് കൊണ്ടും പറയാൻ അനുവദിക്കാത്ത ഒരു ദൈവിക ഡെലിവറൻസ് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാസനെ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. നിന്റെ അകത്ത് ടാലന്റ് കിടപ്പുണ്ട്. ആ ടാലന്റിനെ നീ ഉപയോഗിക്കാൻ പോകുകയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നീ ഭയങ്കരമായി പ്രയോജനപ്പെടേണ്ടവനാണ്. മർമ്മങ്ങൾ പ്രസ്താവിക്കാൻ പൗലോസിനെ 12 അപ്പോസ്തലന്മാരെ കൂടാതെ തെരഞ്ഞെടുത്തതുപോലെ അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ സ്പിരിച്വൽ വിധത്തിലോ ഫിസിക്കൽ വിധത്തിലും കിടക്കുന്നത് ദൈവാത്മാവിനെ കാണിക്കുകയാണ്. അതിന്റെ സമയം വന്നിരിക്കുന്നെന്ന് ദൈവാത്മാവ് പറയുന്നു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ചെയ്യാതിരിക്കട്ടെ. ഒരു ഇന്ത്യക്കാരൻ ഈ രാജ്യത്ത് കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു മഹത്വ പദവിയിൽ തമ്പുരാൻ നിന്നെ ഇരുത്തുമെന്ന് ഇത്രയും പേരുടെ നടുവിൽ വെച്ച് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുകയാണ്. ആ ദൂത് ഇന്ന് രാത്രി നിന്റെ ദേഹത്ത് പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. വിശ്വസിച്ചതിനെ സ്വീകരിച്ചോളാം. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു. ചിലർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന, ചിലർ എഴുന്നേറ്റ് നിന്ന് വെൽക്കം ചെയ്യുന്ന, ചിലർ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുന്ന അങ്ങനത്തെ ഒരു പൊസിഷനിലെ അനോയിന്റിങ് നിങ്ങളുടെ മേൽ ഇറങ്ങുന്നത് കർത്താവിന്റെ ആത്മാവിനെ കാണിച്ചു തരുന്നു. നീ പഠിച്ചതുമായി ബന്ധപ്പെടാത്ത, നിന്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെടാത്ത, കഴിവുകളുമായി ബന്ധപ്പെടാത്ത മറ്റൊരു പ്രതലത്തിൽ ദൈവം നിന്നെ മാനിക്കുന്നതായിട്ട് പ്രവചിക്കാനാ ദൈവം എന്നോട് പറയുന്നത്. വിശ്വസിച്ചതിനെ സ്വീകരിച്ചോളാൻ കർത്താവിന്റെ ആത്മാവിനെ വിടുകയാണ്. വിശ്വസിക്കുന്നവർ അതരം ചലിപ്പിച്ചും ഹൃദയം തുറന്നും ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ മൗനമായി പിടിക്കാതെ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ഭയങ്കര സാന്നിധ്യം ഈ He's walking. He's walking. Because of His presence is there. ദൈവത്തിന്റെ ഭയങ്കര സാന്നിധ്യം ഇവിടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കാത്ത ചില നാൾക്ക് ഇപ്പോൾ ദൈവത്തിന്റെ ആലോചന പറഞ്ഞ് ഇന്നലെ എനിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ദാസനെ നീ ചിന്തിക്കാത്ത ചില നറുക്ക് നിന്റെ പേരിൽ വരുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഈ വർഷത്തിന്റെ ലാസ്റ്റ് 3 മാസങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാന്യതയുടെ പുതപ്പ് നിന്റെ ദേഹത്തെ ഭയങ്കര ഒരു ചേഞ്ച് ഒരുപാട് പേരുടെ ലൈഫിൽ നടക്കാൻ പോകും. ഈ വചനം ഒത്തിരി പേർ അദ്ദേഹത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകും. എഴുന്നേറ്റ് ബുദ്ധിമുട്ടില്ലാത്ത ദൈവത്തിന്റെ സാന്നിധ്യത്തോട് ഇറങ്ങി നിൽക്കുന്ന പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കാൻ പറ്റുന്നവർ പ്രതികരിച്ചിട്ടുണ്ട്. ആദ്യ നാളുകളിൽ പ്രാപിച്ച അഭിഷേകത്തെ കുറിച്ച് ബോധമുള്ളവരാണ് പരിസരം മറന്ന് ദൈവത്തെ ആരാധിച്ചത്. ചുറ്റുപാടുകളെ മറന്ന് ദൈവിക സന്തോഷത്തിന്റെ നിറഞ്ഞ നൃത്തം ചെയ്തവർ എവിടെയൊക്കെയോ അറ്റുപോയ ദൈവിക ഇടപാടുകളുടെ ആ കലവറ തിരിച്ചു പിടിക്കുക. ഈ രാത്രി എഴുന്നേറ്റ് നിൽക്കുമെന്ന് സമർപ്പിക്കാൻ പറ്റുമോ? ഒരു വലിയ നിയോഗത്തിന്റെ പുതപ്പ നിന്റെ ദേഹത്തിടാൻ പോകുന്നു. ഒരു വലിയ അജണ്ട ദൈവം നിന്നെ കുറിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. നീ ചിന്തിക്കാത്ത, നീ വിചാരിക്കാത്ത ഒരു അജണ്ട. ആ കുടുംബത്തിനകത്ത് ആഗ്രഹം ജനിച്ചായിരുന്നു, ആ കുടുംബത്തിനകത്ത് മിരിയാം ജനിച്ചായിരുന്നു. ആ തലമുറകൾക്കൊന്നും ഒരു റോയൽ അനുഭവം ഉണ്ടായില്ല. രക്തബന്ധത്തിലുള്ളവർ, അപ്പന്റെ അമ്മയുടെയും ബന്ധത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾ, ആർക്കും തുറക്കാത്തത് ഒരു വിക്കിന് തുറന്നു കിട്ടിയതുപോലെ. തിരിഞ്ഞു നോക്കിയാൽ ഇത് തന്നെയല്ലേ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ളത്. നമ്മുടെ കുടുംബത്തിൽ എത്രയോ മിടുക്കന്മാരുണ്ടായിട്ടും അവർക്കാർക്കും കിട്ടാത്ത മാന്യത കർത്താവ് നമുക്ക് തുറന്നു തന്നില്ലേ? കർത്താവ് നമ്മെ ആദരിച്ചില്ലേ? കർത്താവ് നമ്മളെ സ്നേഹിച്ചില്ലേ? ആ സ്നേഹിച്ച് നടത്തിയ ദൈവത്തോട് കൂറ് കാണിക്കാൻ പറ്റുന്ന മിനിറ്റുകളാണ് ആരാധന എന്ന് പറയുന്നത്. ഹൃദയം ഒന്ന് തുറന്നേ. എനിക്ക് നന്നായിട്ട് ബോധ്യമാകുന്ന പരിശുദ്ധാത്മാവിന്റെ കൈച്ചെല്ലാം ഞാൻ വരുന്നുണ്ട്.
പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ മേൽ വരുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയമായിരിക്കും. പറ്റുന്നവർ പ്രതികരിച്ചുകൊണ്ട് മാത്രം നിന്നാൽ മതി. ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. ലിഫ്റ്റിംഗ് പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. ഭയങ്കര ഒരു ഹോളി ഹാൻഡ് ഇതിനകത്ത് ഇറങ്ങി നടക്കുമ്പോൾ വെളിപ്പാട് കാണുന്നു. ഒരു കഴുകൻ ചിറകടിച്ച് പറന്നു നിൽക്കുന്നത് പോലെ ഒരു കാഴ്ച കർത്താവിന്റെ ആത്മാവിനെ കാണിച്ചു തരുന്നു. ആ കഴുകന്റെ കയ്യിൽ ഒരു ട്രംപറ്റ് കാണുന്നു. ഹോളി സ്പിരിറ്റിനോട് ശക്തമായിട്ട് പറയുന്നു, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം. ഒരിക്കലും ഒരു കഴുകന് ഒരു ട്രംപറ്റ് എടുത്ത് പറക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെ കറക്റ്റായിട്ട് കർത്താവ് കാണിച്ചു തരുന്നു. ഉയർത്തി പറക്കുന്ന പക്ഷിയാണ് കഴുകൻ. ട്രംപറ്റ് കാഹളത്തിന് നിഴലാണ്. ഇവർ ശക്തമായിട്ട് പറയുന്നു, ചർച്ചിന്റെ ശബ്ദം രാജ്യത്തിന്റെ മുകളിൽ കയറാൻ പോകുകയാണ്. ചർച്ചിന്റെ ശബ്ദം രാജ്യം അറിയാൻ പോകുകയാണ്. ചർച്ചിന്റെ ആരാധന രാജ്യത്തെ തൊടാൻ പോകുകയാണ്. അന്തരീക്ഷത്തെ 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 തൊടാൻ പോകുകയാണ്. അടുത്തൊരു മോമെന്റിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇപ്പോഴേ ദൈവാത്മാവിൽ ചിലരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യം ഞാൻ പ്രവചിച്ചു പറയാം. ഇന്നത്തെ മീറ്റിംഗ് പോലെ ആയിരിക്കത്തില്ല അടുത്ത മീറ്റിംഗുകൾ. ഇതിനാകുമ്പോൾ തുടക്കമിടുകയാണ്. ഒരു വലിയ മോമെന്റിന്റെ പുറപ്പ് ചിലരുടെ ദേഹത്ത് വരികയാണ്. അതിനെ ചലിപ്പിച്ചു, ഹൃദയം തുറന്നു. തലമുറകൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ പേര് ചിരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു. അവരുടെ മേലൊരു അഭിഷേകം വീഴാൻ വേണ്ടി കൊതിച്ചു പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ബലവീനമേ ഉൻ ബലമെനക്ക് പോതും. ബലവീനത്തിൽ ബലം തരുവേനയ്യാ. ബലവീന നേരം ഉൻ ബലമെനക്ക് പോതും. ബലവീനത്തിൽ ബലം തരുവേനയ്യാ. നിഴൽ പോലെ വാഴ്വിൽ വരുമവരെ നിഴലായ എന്നെ കാപ്പവരെ. നീ പോതും എൻ വാഴ്വിലേ യേസയ്യാ. നീ പോതും എൻ വാഴ്വിലേ. നീ പോതും എൻ വാഴ്വിലേ യേസയ്യാ. നീ പോതും എൻ വാഴ്വിലേ. തായ് പോലെ തേറ്റി തந்தை പോലെ ആറ്റി തോൾ മീതെ സുമന്തിടും എന്നേസയ്യാ. തായ് പോലെ തേറ്റി തந்தை പോലെ ആറ്റി തോൾ മീതെ സുമന്തിടും എന്നേസയ്യാ. ഉമ്മை പോലെ പുരിந்து கொள்ள யாருமில்லையே. உம்மை போல அரவணைப்ப யாருமில்லையே. இப்போது என் வாழ்விலே യേസയ്യാ. இப்போது என் வாழ்விலே நீ போது என் வாழ்விலே യേസയ്യാ. നീ പോതു എൻ വാഴ്വിലേ. നീ പോതു എൻ വാഴ്വിലേ യേസയ്യാ. നീ പോതു എൻ വാഴ്വിലേ. നീ പോതു എൻ വാഴ്വിലേ യേസയ്യാ. നീ പോതു എൻ വാഴ്വിലേ. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക.
ഞങ്ങളുടെ കരം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല കർത്താവേ. ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ ഞങ്ങളോട് കൂടെ നിൽക്കാൻ, ഞങ്ങളെ ദൗത്യം ഏൽപ്പിക്കാൻ 24 മണിക്കൂറും ഞാനുണ്ട് മോനെ നിന്റെ കൂടെ എന്ന് പറയാൻ കർത്താവേ, നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഈ രാജ്യത്ത് നീ അയച്ചിട്ട് ഞങ്ങളെ കൊണ്ടുവന്നു. ന്യൂപോർട്ടില് സാധ്യതകളില്ലാത്തിടത്ത് ഞങ്ങൾക്കൊരു ചർച്ച തന്നു. ഇത്രയും പേരെ ദൈവം കൊണ്ടുവന്നു. ഞങ്ങൾക്കിത് പോലെ കർത്താവേ, ഈ രാജ്യത്തെ തൊടുന്നൊരു അഭിഷേകം ഞങ്ങൾക്ക് വേണം. ഈ രാജ്യത്തെ തൊടുന്നൊരു അനോയിന്റിങ് ഞങ്ങൾക്ക് വേണം കർത്താവേ. ഈ ഫാസ്റ്റിങ്ങിൻ്റെ അകത്ത് 5ാമത്തെ രാത്രി മുതൽ ആ അനോയിന്റിങ് റിലീസ് ആകണം കർത്താവേ. നാളെ മുതൽ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കണമേ. നാളെ മുതൽ ഹെവി എൻകൗണ്ടർ ചിലരുടെ മേൽ സ്റ്റാർട്ട് ചെയ്യണമേ. ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതുപോലത്തെ മഹത്വം ചിലരുടെ ദേഹത്തേക്ക് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രദർശനങ്ങളായി ചിലർ കുടുംബങ്ങൾ മാറട്ടെ, കുഞ്ഞുങ്ങൾ മാറട്ടെ. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായതിനേക്കാൾ ശക്തമായ നിറവിലേക്ക് ഇന്ന് രാത്രി മുതൽ ചിലരെ ഒരുക്കണമേ. ചിലരെ ഒരുക്കണമേ, ചിലതിനെ ഒരുക്കണമേ. ദൈവിക വിശുദ്ധീകരണം ഈ രാത്രി നടക്കട്ടെ. ദൈവിക ശുദ്ധീകരണം ഈ രാത്രി നടക്കട്ടെ. ഇതുവരെ തുറന്നു കിട്ടാത്ത ദൈവ മഹത്വത്തിന്റെ ഓപ്പണിംഗ് വിശ്വസിക്കുന്നവർക്കായിട്ട് ഇത് രാത്രി തുറന്നു വരേണ്ടതിനായി കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രിയ ദൈവജനമേ, കഴിഞ്ഞ ദിവസം ദേവദാസൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ഉപവാസ പ്രാർത്ഥന നമ്മൾ അറേഞ്ച് ചെയ്തത് ആക്സിഡന്റൽ അല്ല. ഇതിന് പിന്നിൽ ദൈവത്തിന് പ്രത്യേക ഒരു ഉദ്ദേശമാണ്. ഞാന് ഈ കഴിഞ്ഞ ദിവസം ആദ്യത്തെ ദിവസം തോന്നുന്നു, അത് 2ാമത്തെ ദിവസം ദൈവം എനിക്കൊരു നിയോഗം തന്നു. ഈ വെള്ളിയാഴ്ച രാത്രിയിൽ നമുക്കൊരു കാത്തിരിപ്പ് യോഗം പോലെ, ഒരു ഡെലിവറൻസ് മീറ്റിംഗ് പോലെ നമുക്ക് കൂടി വരണം. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഏറ്റവും കുഞ്ഞു മുതൽ ഏറ്റവും മുതിർന്ന പൈതൽ വരെ നാളെ അഭിഷേകം തന്നെ അവരിൽ കൃപാവരങ്ങൾ വെളിപ്പെടണം. ഒരു നെക്സ്റ്റ് ജനറേഷൻ അടുത്ത ലെവലിലേക്ക് ഉയരുവാനായിട്ട് ഇടയായിത്തീരണം. ഞാൻ ആ അഭിഷേകത്തെ ഞാൻ എല്ലാ കുഞ്ഞുങ്ങളിലും കാണുകയാണ്, വിശ്വാസത്താൽ കാണുകയാണ്. ശുശ്രൂഷന്മാരെ, ഒരടുത്ത ലെവലിലേക്കുള്ള ശുശ്രൂഷ, അതിൽ നമുക്ക് കയറണം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ദേശത്തെ പിടിച്ചെടുക്കാൻ. ഇന്നലെ വേറൊരു കാര്യം കൂടെ എനിക്ക് പ്രിയ ജസ്റ്റിൻ പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടായിരുന്നു. നമ്മൾ പെരുന്നാളുകളൊന്നും ആഘോഷിക്കുന്നവരല്ല. എന്നാൽ ഈ ഞായറാഴ്ച എന്താ അറിയോ, പെന്തക്കോസ്ത്. പറയാൻ കാരണം ഈ ഉപവാസം ഒട്ടും ആക്സിഡന്റൽ അല്ല. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 2-ാം അധ്യായത്തിലെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജാലവും പിളർന്നിരിക്കുന്ന നാവുള്ളവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നു കൂടി. നാളെ രാത്രിയിൽ അന്ന്
മാളിക മുറിയിൽ ഇറങ്ങി പരിശുദ്ധാത്മാവ് ഈ ലൈറ്റ് ഹൗസ് ചർച്ചിലെ ഓരോ വ്യക്തിയും വരും. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ അവർക്ക് അനുഭവം. ഒരു റൂമിലാണ് കൂടിയിരിക്കുന്നത്. ഒരു റൂമിൽ ആ കാറ്റടിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. അവർക്ക് അറിയുക പോലുമില്ല ഒരു കാറ്റടിക്കാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അവരനുഭവിച്ചിട്ടില്ലെന്ന് വരെ. അതുപോലെ ഒരു പുതിയൊരു അനുഭവത്തിലേക്ക് ലൈറ്റ് ഹൗസ് ചർച്ച് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിക്കും. നാളെ പതിയുന്ന ദിവസം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പതിയുന്ന ദിവസമാണ്. നമ്മുടെ തലമുറകളുടെ മേൽ പതിയുന്ന ദിവസമാണ്. ഈ സഭയിലുള്ള എല്ലാ ദൈവമക്കളിന്മേലും എല്ലാ കുടുംബങ്ങളിന്മേലും പതിയുന്ന ദിവസമാണ്. അതിശക്തമായിട്ടുള്ള ഒരു ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ പറയുന്നത്. ഒരു ഉപരിവിപ്ലവമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉപരിവിപ്ലവമല്ല. പരിശുദ്ധാത്മാവ് പതിയണം. അത് ഈ ലോകം അറിയണം. ഈ ന്യൂ പോർട്ട് അറിയാൻ പോവുകയാണ്. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ ആ ദേശത്ത് ഉള്ളവരെല്ലാം കൂടി വന്നു. പല ദേശങ്ങളിലുള്ളവർ കൂടി വന്നു. ഈ സഭയിൽ പല ദേശത്തുള്ളവർ കൂടി വരും. പല രാജ്യങ്ങളിലുള്ള കൂടി വരും. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ സാധനമല്ല ഇറങ്ങിയിരിക്കുന്നത്. അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയിരിക്കുന്നു. നാളെ രാത്രി നടക്കുന്ന ആ കാത്തിരിപ്പ് യോഗത്തോട് നിങ്ങൾ ഓരോരുത്തരും ഇന്നു പോലെ പ്രാർത്ഥിച്ചു. എനിക്കറിയാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. നമ്മുടെ കുഞ്ഞുങ്ങള് ഇതുവരെയായിട്ട് അനുഭവിച്ചിട്ടില്ലാത്തൊരു ആത്മസാന്നിധ്യം നാളെ അനുഭവിക്കും. എനിക്കറിയാം അവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ലെന്നറിയാം. എന്നാൽ നാളെ പകൽ രാത്രി അത് അവരുടെ ജീവിതത്തിൽ മനസ്സിലാകും. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് പതിയുന്നത് നമ്മൾ കാണണം. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് കാണണം. നിങ്ങളൊരു ബ്ലാങ്ക് പേപ്പർ പോലെ പോരിക. നിങ്ങൾ യാതൊന്നും ചിന്തിക്കാതിരിക്കും പോരെ. പരിശുദ്ധാത്മാവൻ നിങ്ങളെ നിറയ്ക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടും. കൊടിയ കാറ്റ് പോലെ, ഇടി മുഴക്കം പോലെ, അഗ്നിജാല പോലെ പലതിനെയും കത്തിക്കുന്ന ദിവസമാണ്. പല ബന്ധനങ്ങളെയും പൊട്ടിക്കുന്ന ദിവസമാണ്. നമ്മൾ ചുമന്നുകൊണ്ട് കിടക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും അഴിക്കുന്ന ഒരു ദിവസമാണ്. പരിശുദ്ധാത്മാവിന്റെ ആ തീയുടെ മുന്നിൽ ഒന്നിനും നിൽക്കുവാൻ കഴിയും. ഞാൻ പറയുന്നു, ഇതാണ് ദിവസം. യഹൂദൻ പെന്തക്കോസ് നാൾ ആഘോഷിക്കുക. നമ്മൾ ആ പെന്തക്കോസിലേക്ക് കയറുകയാണ്. പെന്തക്കോസിന്റെ അനുഭവത്തിലേക്ക് കയറുകയില്ല. എനിക്കറിയത്തില്ല നാളെ എത്ര പേർ കടന്നു വരുമെന്ന്. എന്നാൽ ഞാൻ വിശ്വാസത്താൽ ഞാനത് കാണുകയാണ്. നീ അത് പ്രാപിച്ചിട്ട് നാളെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പത്രോസ് നിന്നതുപോലെ ദൈവം നിന്നെ നിർത്തും. പത്രോസ് സംസാരിച്ചപ്പോൾ ജനം കൂടി വന്നതുപോലെ സഭയിലേക്ക് ജനം കൂടി വരും. ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോൾ ഈ സഭയിൽ ഒരു വ്യക്തിയും കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നതുപോലെ ആയിരിക്കരുത്. ആത്മാവിനാൽ പിടിക്കപ്പെടുവാനായിട്ട്, പരിശുദ്ധാത്മാവിനെ പതിയപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നതായിട്ട്, ദൈവിക അനുഭവം പ്രാപിച്ചവരായിട്ട്. പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് നിങ്ങൾ കടന്നു. ജനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എന്ന് കേൾക്കപ്പെട്ട വചനത്തെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, ആ വചനം ഈ ദിവസങ്ങളിൽ ക്രിയകളെ ചെയ്യുമാറാകണം. അതടികളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളെ വിളിച്ചു വരുത്തുന്നതായി തീരട്ടെ.
ദൈവിക വെളിപ്പാടിന് അടികൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവദാസ അടികൾ മധ്യത്തിൽ ഉപയോഗിക്കുന്ന കൃപകൾക്കാണ് സ്തോത്രം. പിതാവേ, നാളെ പകൽക്കാലം നടക്കുന്ന മീറ്റിങ്ങുകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളെ രാത്രി നടക്കുന്ന ആ ഡെലിവറൻസ് മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അഭിഷേകത്തിന്റെ ഒരു ശക്തി ഇറങ്ങുന്ന മീറ്റിംഗ്, കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുന്ന ഒരു മീറ്റിംഗ്, ദൈവിക ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു മീറ്റിംഗ്, കർത്താവേ, ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത തലത്തിലുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ഒരു മീറ്റിംഗ് ആയി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ 7 ദിവസം കഴിയുമ്പോൾ കർത്താവേ, ശൗലിനെ കുറിച്ച് ചോദിച്ചതുപോലെ കർത്താവേ, ആള് മാറിയതുപോലെ അവൻ കഴുത അന്വേഷിച്ചു പോയവനാണ്. തിരിച്ചു കയറി വരുന്ന ഒരു അഭിഷേകം കൊണ്ട് അവൻ രാജാവായിട്ടാണ്. അതുപോലെ ഒരു അനുഭവത്തിലേക്ക് നാളെ പകൽക്കാലം ഈ ദിവസങ്ങളിൽ കർത്താവേ, ദൈവസഭയെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്നവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷന്മാരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു വിസിബിൾ ആയിട്ടുള്ള വ്യത്യാസം ഞങ്ങൾക്കത് കാണുവാൻ, ഞങ്ങളുടെ ആത്മാക്കളിൽ കാണുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ കാണുവാൻ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ കാണുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം തന്ന നല്ല കൂട്ടായ്മയ്ക്ക് സ്തോത്രം. അടിയിൽ പിരിയുന്നു. ഈ ദൈവിക സാന്നിധ്യത്തോടെ ഞങ്ങൾക്ക് പോകുവാൻ കർത്താവേ, കർത്താവ് വിസ്മയിപ്പാൻ, പിന്നെയും നാളെ രാത്രി പകൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് കർത്താവെ മഹത്വപ്പെടുത്തുവാൻ, ദൈവനാമത്തിന് ജീവിപ്പാൻ അടികളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികളുടെ മടക്കാത്തലിൽ കൂടി സഹായിച്ചാട്ടെ. പിരിയുന്ന ദൈവിക സാന്നിധ്യം പ്രാർത്ഥനകരനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം സഹായിക്കട്ടെ. നമുക്ക് നാളെ